അവളുടെ കൈ ഭർത്താവിൻ്റെ കയ്യിൽ വെച്ചിട്ട് പറയുന്നു, എന്ത്, നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടുന്നവരെ ഞാൻ ഉറക്കം എനിക്ക് കഴിയില്ല, എൻ്റെ കണ്ണ് ഉറക്കം കൊണ്ട് സുറുമയിടില്ല എന്നാണ് വാക്ക്. കണ്ണ് ചിമ്മിയിട്ട് ഒരു സുറുമ കൊള്ളാൻ പറഞ്ഞാൽ കണ്ണ് ഉറക്കിൻ്റെ തണുപ്പ് കിട്ടാൻ അല്ലെങ്കിൽ ഉറക്കനുഭവിക്കാൻ നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കാൻ എനിക്ക് കഴിയൂല എന്ന് പറയുന്ന പെണ്ണിന് സ്വർഗമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആണുങ്ങൾക്ക് സ്വർഗത്ത് പോകണമെങ്കിൽ കുറേ പണിയുണ്ട്. ഉമ്മാനെയും അപ്പാനെയും നോക്കണം, കുട്ടികളെ വളർത്തണം, അവർക്കുള്ള ചികിത്സ, ഭക്ഷണം, താമസം, വസ്ത്രം ഇതൊക്കെ കൊടുക്കണം. വീട്ടിൽ കൈ കെട്ടിയിരുന്നാൽ പോരാ, പോയി ജോലി എടുക്കണം. ഒരുപാട് പെണ്ണുങ്ങൾക്ക് വളരെ എളുപ്പമാണ്. അതും ഞങ്ങൾക്ക് ആണുങ്ങളെ പോലെ ആവണമെന്നോലും കൊണ്ടൂല. കാരണം ഇത് ഭയങ്കര എളുപ്പമുള്ള ഏർപ്പാടാണ്. അല്ലാത്തടത്തൊക്കെ ഞങ്ങൾക്ക് വേണം ആണുങ്ങളെ പോലെ എന്ന് പറഞ്ഞാൽ. അള്ളാഹു വെച്ചാൽ രണ്ട് ജെൻഡറുകളാണ് അള്ളാഹു പഠിച്ച റബ്ബിൻ്റെ ഹിക്മത്ത് അങ്ങനെയാണ്. അപ്പോൾ അള്ളാഹു ഒരു വലിയൊരു ഭാഗം അവർക്ക് എളുപ്പാക്കി കൊടുത്തിരിക്കുകയാണ്. അവരൊരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നവരാണ്. അപ്പോൾ അള്ളാഹു ഒരുപാട് ഭാഗം അവർക്ക് എളുപ്പാക്കി കൊടുത്തു. കൂടെ നമുക്ക് ആർക്കും അസൂയ വേണ്ട, അല്ലേ? അവർ ചെയ്യുന്ന ത്യാഗം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് ഉറപ്പുള്ള വിഷയമാണ് രക്തസാക്ഷിത്വം, ഷഹാദത്ത്, മാർച്ചിടൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയാവുക എന്ന്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അത് ലഭിക്കുന്ന ഒരു ഭാഗം ഒരു ഹദീത്തിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹസനായ ഹദീഥ, ഹസനഹുൽ അൽബാനിയു. അപ്പോൾ അൽ ഖത്ലു ഫീ സബീലില്ലാഹി അസ്സ വജല്ല ഷഹാദ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെടുന്നത് ഷഹാദത്ത, നമുക്കൊക്കെ അറിയും. അത്വാഊനു ഷഹാദത്തുൻ, പ്ലാഗ് രോഗം പിടിപെടുന്നത് രക്തസാക്ഷിത്വമാണ്. എപ്പിഡമിക്സ്, പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ. വൽ ഗർഖു ഷഹാദ, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് ഒരു സത്യവിശ്വാസിക്ക് രക്തസാക്ഷിത്വമാണ്. അതൊക്കെ മുഅ്മിനീങ്ങളെ പറ്റി, ഈമാനുള്ളവരെ പറ്റി. വൽ ബത്നു ഷഹാദ, വയറിന് അസുഖം വന്ന് മരിക്കുന്നത് ഒരർത്ഥം. അല്ലെങ്കിൽ ശരീരത്തിന്റെ ഉള്ളിൽ അസുഖം വന്ന്, ഉള്ളിലെ ഒരു ക്ഷതം, ലിവർ, കിഡ്നി, പാൻക്രിയാസ് എന്തോ ആകട്ടെ, ബ്രെയിനിന്റെ ഉള്ളിലോ ശരീരത്തിന്റെ ഉള്ളിൽ. ബത്ൻ എന്ന് പറഞ്ഞാൽ ലാഹിറിന്റെ ഓപ്പോസിറ്റാണ്, പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നില്ല, കൈമുറിഞ്ഞിട്ടല്ല, ഉള്ളിൽ എന്തോ ഒരു അസുഖം വന്നതാണ്. അങ്ങനെ മരിക്കുന്നത് ഷഹാദത്തുൻ, രക്തസാക്ഷിത്വമാണ്. ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ ഷഹാദത്തിന്റെ കൂലി കിട്ടുന്നതാണ്. നമുക്ക് ഭയങ്കര വിഷമാണ്, അത് അനുഭവിക്കുന്നത് കാണുന്നത് നമുക്ക് വിഷമാണ്. അള്ളാഹു എന്തേ ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്തുന്നത് എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോയേക്കാം. പക്ഷെ അള്ളാഹു അവർക്ക് ചെയ്തു കൊടുക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ കണ്ടാൽ നാളെ അത് അനുഭവിക്കാത്തവർ പറഞ്ഞേക്കും, യാ അള്ളാഹ്, ദുന്യാവിൽ എന്നെയൊന്ന് കഷ്ടപ്പെടുത്തിക്കൂടായിരുന്നോ? കുറച്ചല്ലേ അത് വേണ്ടിയിരുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ സ്വർഗത്തിൽ കിട്ടുമെങ്കിൽ എനിക്ക് അവിടെ കഷ്ടപ്പാട് തന്നൂടായിരുന്നു റബ്ബേ എന്ന് മറ്റുള്ളവർ അസൂയപ്പെടുമാർ അള്ളാഹു അവർക്ക് പ്രതിഫലം കൊടുക്കുന്ന. സുബ്ഹാനല്ലാഹ്. വൽ മബ്തൂനു ഷഹീദ് വന്നുഫസാഉ ഷഹാദ, പ്രസവിച്ചതിന് ശേഷം പ്രസവത്തിൽ മരിച്ചു പോകുന്ന പെണ്ണ്, ബ്ലീഡിംഗ് ആയിട്ടോ അല്ലാതെയോ ഒരു പെണ്ണങ്ങ് മരിച്ചുപോയി, പ്രസവിച്ചതാണ്, പ്രസവത്തിൽ മരിച്ചു. ഷഹാദത്തുൻ, അത് രക്തസാക്ഷിത്വമാണ്. യജുറുഹാ വലദുഹാ ബിസുറൂരിഹാ ഇലൽ ജന്ന, ഉമ്മയിൽ നിന്ന് വേർപെട്ട് വരുന്ന ആ പൊക്കിൾ കൊടി പിടിച്ചിട്ട് ഉമ്മയെ സ്വർഗത്തിലേക്ക് കുഞ്ഞുനാളെ കൊണ്ടുപോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രസവത്തിലെ ഒരു പെണ്ണ് മരിച്ചാൽ നമ്മൾ ഡോക്ടർമാരെ പോയി തല്ലും, അല്ലേ? പ്രസവത്തിൽ എന്തെങ്കിലും സംഭവിച്ചു, നമ്മൾ ഹോസ്പിറ്റലിൽ അടിച്ചു പൊളിച്ചു, നമ്മൾ അപ്പം ചാനലുകാരെ വിളിച്ചോണ്ട് വന്നു. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രസവങ്ങൾ ഒരു കുഴപ്പമില്ലാതെ നടത്തിക്കൊണ്ടുവന്ന ആളുകളിൽ നിന്ന് എന്തെങ്കിലും കൈപ്പഴം തന്നെ സംഭവിക്കുക എന്ന് വിചാരിക്കുക, അങ്ങ് സങ്കല്പിക്കുക. നമുക്ക് വഴക്കാറില്ലേ? ഡ്രൈവ് ചെയ്യുന്നവൻ ആക്സിഡന്റ് ആക്കുന്നില്ലേ? ജോലികൾ ചെയ്യുന്ന ആൾക്ക് പിഴവ് സംഭവിക്കണില്ലേ? ഡോക്ടർമാർക്ക് വന്നാൽ അവരെ തല്ലിക്കൊല്ല. എന്ത് നന്ദികേടാണ് നമ്മൾ ചെയ്യുന്നത്? ഊണും ഉറക്കില്ലാതെ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. എപ്പോൾ വിളിച്ചാലും ഈ ഗൈനക്കോളജിസ്റ്റുകളൊക്കെ അങ്ങനെയാണ്, നട്ടപ്പാതിരാക്കും അവർ എഴുന്നേറ്റ് വരണം, രാവിലെ അപ്പോയിൻമെന്റ് അവർക്കുണ്ടാവും. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു രക്തസാക്ഷിത്വം അള്ളാഹു എൻ്റെ പെങ്ങൾക്ക് നൽകി, അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് അള്ളാഹു രക്തസാക്ഷിത്വം നൽകി, എൻ്റെ ഭാര്യയ്ക്ക് റബ്ബ് രക്തസാക്ഷിത്വം കൊടുത്തിരിക്കണം എന്ന് ചിന്തിച്ച് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് സമാധാനിക്കേണ്ടവനാണ് മുഅ്മിനായ മനുഷ്യൻ.
അടിക്കലും തകർക്കലും ഇതൊന്നൊരു പരിഹാരമല്ലോ. നമ്മുടെ ഒരു ഇമോഷൻ പ്രകടിപ്പിച്ചു എന്നല്ലാണ്ട് അങ്ങനെ ചെയ്താൽ അതിൽ സബ്ർ ചെയ്തില്ല, നമ്മൾ ക്ഷമിച്ചില്ല, അത് കുറ്റകരമാണ്. അല്ലാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. അതിന് ഒരാളുടെ കൈപ്പിഴ കാരണമായേക്കും, അതിനൊരാളുടെ കൈപ്പിഴ കാരണമായേക്കും. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യങ്ങളെ. രക്തസാക്ഷിത്വത്തിന്റെ പ്രതിഫലമാണ് പ്രസവത്തിൽ മരിക്കുന്നവൾക്കെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുഞ്ഞ് ഉമ്മ സ്വർഗത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ഉമ്മയെ പിടിച്ചു കൊണ്ടുപോകും. മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കസ്റ്റഡിയിലാണെന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 7ാം ആകാശത്ത് എത്തിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടു. ഇബ്രാഹിം നബിയുടെ കൂടെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇരിക്കുന്നുണ്ട്. യാ അല്ലാഹ്, ഈ കുഞ്ഞുങ്ങളൊക്കെ ആരാണ്? പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ ഉമ്മത്തികളിൽ മരിച്ചുപോയ കുഞ്ഞുങ്ങളാണിത്, സ്വർഗത്തിലേക്ക് പോകുന്നവരാണ്. ഹാലിമയൊക്കെ പറയും, കുഞ്ഞുങ്ങളെ നോക്കുക, ബേബി സിറ്റിംഗ് എന്നല്ലേ പറയാ, കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളാണ്. അവര് ദുനിയാവിൽ ജനിച്ചപ്പോഴേ മരിച്ചവരാണ്, അല്ലെങ്കിൽ ജന്മം കഴിഞ്ഞ് ഉടനെ മരിച്ചവരാണ്. അവർ സ്വർഗത്തിൽ മാതാപിതാക്കളെ കൊണ്ടുപോകാൻ കാത്തിരിക്കുന്നവരാണ്. അവരെ ആ നേരം വരെ വളർത്തുന്നത്, നോക്കി പരിപാലിക്കുന്നത് ആരാണ്? ഷൈഖുൽ അംബിയ സയ്യിദുൽ അംബിയ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇതാണ് സത്യത്തിൽ നടക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾ മരിച്ചാലുള്ള പ്രതിഫലം അത് ഇൻഷാ അല്ലാഹ് വഴിയെ പറയാം. മറ്റൊന്ന് കഫാലത്തുൽ ഐതാം, യതീമുകളെ പരിപാലിച്ചു കൊണ്ട് നടക്കുന്നത്. ചാനലുകാരൻ കേൾക്കേണ്ടത് ഇതാണ്, പത്രക്കാരൻ കേൾക്കേണ്ടത് ഇതാണ്. കഫാലത്തുൽ ഐതാം, യതീം കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുക ഭയങ്കര കൂലിയുള്ള വിഷയമാണ് ഇസ്ലാമിൽ. മുസ്ലിമീങ്ങൾ ചെയ്യുന്ന പോലെയുള്ള ഇങ്ങനെ ഒരു സൽക്കർമ്മം ഒരു വരുമാനവും ഗവൺമെന്റിൻ്റെതോ ഇന്റർനാഷണൽ കമ്മിറ്റികളിൽ നിന്നോ ഒന്നും കിട്ടാതെ ലോക്കലായിട്ട് ആ നാട്ടിലുള്ളവർ എടുത്തിട്ട് ഇങ്ങനെ ദാനം ചെയ്യുന്നൊരു ശീലം മുസ്ലിമീങ്ങൾക്കല്ലാതെ മറ്റാർക്കില്ല. ഇത് ഭയങ്കര അത്ഭുതമാണ്. നമ്മൾ പിരിവിന് കൊടുക്കണ പോലെ ഏതെങ്കിലും ജാതിക്കാരെ കൊടുക്കാറുണ്ടോ? നമ്മൾ മറ്റുള്ളവരെ നോക്കുന്ന പോലെ മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൽ അള്ളാനെ വിശ്വസിക്കുന്നവരാണ്. റഹ്മാൻ റഹീം എന്ന് എപ്പോഴും നാവ് കൊണ്ട് പറയുന്നവരാ. ആ വാക്കിന്റെ ബറക്കത്ത് കൊണ്ട് ഖൽബിൽ അള്ളാഹു റഹ്മത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവരെല്ലാവരും നോക്കി വളർത്തും. വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്, പൈസ കൊണ്ട് പറ്റുന്നില്ല, ആവുന്നത് ചെയ്യണം. എന്റെ പൈസ എനിക്ക്, ഇത് മുസ്ലിം ചിന്തിക്കണില്ല. നമ്മുടെ നാട്ടിൽ പല ജാതിക്കാരും ജീവിക്കുന്ന നാടല്ലേ. നമ്മൾ ചെയ്യുന്ന പോലെ ചാരിറ്റി പ്രവർത്തനം മറ്റാരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാനത് അഹങ്കാരം കൊള്ളാൻ പറയല്ല. പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു സമൂഹം ചെയ്യുമ്പോൾ നിരുത്സാഹപ്പെടുത്താനായി ഇവർ ശ്രമിക്കുന്നത്. അത് പത്രക്കാരാവട്ടെ ചാനലുകാരാവട്ടെ, ഇതൊരു സൽക്കർമ്മമാണ്. ജീവിക്കാൻ വകയില്ലാത്ത പട്ടിണിപ്പാവങ്ങളായ കുഞ്ഞുങ്ങളെ ഏത് നാട്ടിൽ നിന്നായിക്കോട്ടെ, ഇന്ത്യ മഹാഭാരതം കൊണ്ടുവന്ന് പാകിസ്ഥാൻ കൊണ്ടുവന്ന് അതായിരിക്കും വലിയ ഇന്റർനാഷണൽ ട്രാഫിക്കിങ്. നിങ്ങൾ അപ്പൊ പറഞ്ഞോ, ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു കുഞ്ഞിന് ജീവിക്കാൻ വകയില്ല, കുഞ്ഞിനെ കൊണ്ടുവന്നു, ശരി, അതിന്റെ ലീഗൽ പ്രോസസ്സിംഗ് ഒന്നും ചെയ്തില്ല, അതുണ്ടാക്കാലോ, തട്ടിക്കൊണ്ടുവന്നതല്ലോ. ഇതിന്റെ പേരിലൊക്കെ ഒരു സമൂഹത്തെ അറ്റാക്ക് ചെയ്യുക, വലിയ കുറ്റം ചെയ്ത പോലെ. കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന എന്താണ് കുറ്റം? യതീംഖാനകൾ ഏത് സംഘടന നടത്തിക്കോട്ടെ, കൂലുള്ള വിഷയമാണ്. ഇത് ഖുർആൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അവർക്ക് സംരക്ഷണം കൊടുക്കണം, കൂലുള്ള കാര്യം. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനും യതീമിനെ നോക്കുന്നവനും സ്വർഗത്തിൽ ഇങ്ങനെയാണ്. എന്റെ അരികത്ത് തൊട്ടടുത്തവൻ ഇരിക്കാനുള്ള അവസരം അല്ലാഹു ഒരുക്കി കൊടുക്കുന്നു. ഈ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ യതീംഖാനകൾ സംരക്ഷിക്കുന്നത്, അല്ലേ? ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു പോസിറ്റീവ് വശം ചിന്തിക്കാതെ നെഗറ്റീവ് വിഷയങ്ങൾ ഡൗൺ ചെയ്യുക. ആരെങ്കിലും യതീം കുട്ടികളെ നോക്കുന്നുണ്ടോ അവരൊക്കെ ഇടിച്ച് തകർക്കുക. ഈ രീതിയിൽ സൽക്കർമ്മങ്ങളെ തച്ചു തകർക്കരുത്. ചാനലുകാർക്ക് പണിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണി കണ്ടുപിടിച്ചോട്ടെ. അവർക്ക് ഒന്ന് കിട്ടിയില്ലെങ്കിൽ ഒന്നും കടിച്ചു തൂങ്ങിയേക്കും അടുത്തത് കിട്ടുന്നത് വരെ. പക്ഷേ ഒരു സമൂഹം ചെയ്യുന്ന ഹ്യൂമാനിറ്റേറിയൻ പ്രവർത്തനങ്ങൾ മുഴുവനും, ഇത് മുഴുവനും ഹ്യൂമൻ ട്രാഫിക്കിംഗ്. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം അവർക്കറിയോ? എന്താണ് ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ്? എവിടെ പറയേണ്ട വാക്കാണത്? എപ്പോഴാണത് പ്രയോഗിക്കുക? കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിനൊക്കെ ഹ്യൂമൻ, എന്താ വാക്കിന്റെ അർത്ഥം? എന്താണ് ഇഷ്ടമൊക്കെ പഠിച്ചു നോക്ക്. എന്താണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്? എന്താണ് ഈ മനുഷ്യക്കടത്ത്? എവിടെയാണ് ഇതൊക്കെ പറയേണ്ടത്? ഇത്തരം
ഇത്തരം ചാലഞ്ചസിന്റെ മുമ്പിൽ നിന്നിട്ടാണ് നമ്മൾ ഈ കർമ്മം ചെയ്യുന്നത്. ഭയങ്കര കൂലി ഉണ്ടാവും. നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ പ്രതിഫലം വാങ്ങല. ഒരു നേരം ഈ കുഞ്ഞുങ്ങൾക്ക് അന്നം കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ വിഷയങ്ങളെ വളച്ചൊടിക്കുന്ന ചാനലുകാരെ ഒന്ന് ബംഗാളിൽ പോയിട്ട് നോക്കട്ടെ, ഒന്ന് യു പിയിലോ ബീഹാറിലോ പോയിട്ട് ഒന്ന് വീഡിയോ എടുത്തിട്ട് വരട്ടെ. കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന കോലെങ്ങനെയാണ്, എന്താണ് അവരുടെ ജീവിത ചുറ്റുപാടുകൾ, അവർക്ക് കിട്ടിയത് നഷ്ടമോ ലാഭമോ? ഇത് നോക്കിയിട്ടല്ലേ വിധി എഴുതാവൂ. ഇതൊന്നും ചെയ്യാതെ അങ്ങോട്ട് പറഞ്ഞ് എഴുതിയിട്ടും സംസാരിച്ചിട്ടും ചർച്ച ചെയ്തിട്ടും ഒരു സമൂഹത്തിന്റെ നന്മയെ ഇടിച്ചു തകർക്കുക, ഇത് ചെയ്തു പോകരുത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാലേ മുന്നോട്ടാണ് മുസ്ലിമീങ്ങൾ പോകേണ്ടത്. ഇത് മനുഷ്യനോട് കരുണ ചെയ്യുന്ന പ്രവർത്തനമാണ്. ഒരു കുഞ്ഞിന് വിദ്യാഭ്യാസവും ആ കുഞ്ഞിന് പഠനവും ആ കുഞ്ഞിന് താമസവും കൊടുക്കുന്ന സംവിധാനം മുസ്ലിമീങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടാണ്. ഗവൺമെന്റിനോട് ചോദിച്ചിട്ടില്ലല്ലോ നിങ്ങൾ സംഭാവന തരൂ എന്ന്. അമേരിക്കക്കാരനോടോ മറ്റു രാജ്യക്കാരോടോ നമ്മൾ ചോദിച്ചില്ലല്ലോ നിങ്ങൾ സംഭാവന തരൂ എന്ന്. ഇല്ല, നമ്മുടെ നാട്ടുകാരായ മുസ്ലിമീങ്ങൾ, സജ്ജനങ്ങൾ അവരുടെ സമ്പത്ത് നിന്നായി എടുത്തു കൊടുക്കുന്നത്. അതിനൊക്കെ ഇങ്ങനെ പഴിചാരി സംസാരിക്കേണ്ടതുണ്ടോ? ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. എവിടെ പോയി നമ്മുടെ സമൂഹത്തിന്റെ ചിന്താരീതികൾ? എന്തൊക്കെയാണിതൊക്കെ? സ്വർഗത്തിലേക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. അത് പറഞ്ഞുകൊണ്ടാണ് ആയിരക്കണക്കിന് ആലിമീങ്ങൾ ഇത്തരം സംഭവങ്ങളിൽ മുഅ്മിനീങ്ങളെ പങ്കുകാരാക്കിയത്. അവർക്ക് കൂലി കിട്ടാൻ. യതീമിനെ നോക്കുന്നത് ഏറ്റവും കൂലിയുള്ള വിഷയമാണ്. മുസ്ലിമീങ്ങളുടെ വീടുകളിൽ ഏറ്റവും ഖൈറായത് ഒരു യതീമിനോട് നന്മ ചെയ്യപ്പെടുന്ന ഭവനം, നന്മ ചെയ്യപ്പെടുന്ന വീടുകളായ വീടുകളിൽ വെച്ച് ഏറ്റവും നല്ല വീടാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമീങ്ങൾ ഉണ്ടാക്കുന്ന വീടുകളിൽ ഏറ്റവും മോശപ്പെട്ടത് ഒരു യതീമിനോട് മോശമായി പെരുമാറപ്പെടുന്ന വീടാണെന്നും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കഫാലത്തുൽ യതീം സ്വർഗപ്രവേശനത്തിന് കാരണമാണ് മുഅ്മിനീങ്ങളെ. ഇതൊന്നും പേടിച്ചിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കരുതേ. നന്മകൾ മുന്നോട്ട് പോവുക. ഇതിനൊന്നും പ്രോത്സാഹനം കിട്ടിയില്ലെങ്കിലും നമ്മുടെ പ്രോത്സാഹനം അല്ലാഹുവും അവന്റെ റസൂലുമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ത്വാഅത്തുൽ വാലിദൈൻ, സ്വർഗം കിട്ടാനുള്ള മറ്റൊരു കാരണം ത്വാഅത്തുൽ വാലിദൈൻ, മാതാപിതാക്കളെ അനുസരിക്കുക. ത്വാഅത്തുൽ വാലിദൈൻ, മാതാപിതാക്കളെ നോക്കുന്നത്. ഇതൊന്നും ഒരു കോളേജിനും പറഞ്ഞു കൊടുക്കൂല. മാതാപിതാക്കളെ നോക്കണം. നിങ്ങൾ MBBS പഠിപ്പിച്ചോ, എഞ്ചിനീയറിംഗിന് പഠിപ്പിച്ചോ, നിങ്ങൾ ബയോടെക്നോളജിക്കോ ബയോഫിസിക്സിനോ എന്ത് പഠിപ്പിച്ചാലും ശരി, ഉമ്മാനെ വാപ്പാനെ നോക്കണം എന്ന് പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ദീനാണ്. അത് ഇസ്ലാമിനെ പഠിപ്പിക്കുള്ളൂ. അത് ദീനി സ്ഥാപനങ്ങളെ പഠിപ്പിക്കുള്ളൂ. അത് പള്ളിയുടെ ഉള്ളിലോ അല്ലെങ്കിൽ ദീനി സദസ്സുകളിലോ കേൾക്കാൻ പറ്റുന്ന വചനങ്ങളാ. നിന്റെ മാതാപിതാക്കളെ അനുസരിക്കുക. ഇതൊക്കെ ഫണ്ടമെന്റൽസ്. സുബ്ഹാനല്ലാഹ്. ഒരു സമൂഹത്തിന്റെ വിജയത്തിന്റെ നിദാനം ഇതാണ്. നിന്റെ ജന്മത്തിന് കാരണമായ പിതാവിനോടും മാതാവിനോടും നന്മ കാണിക്കുക. അവരോട് നീ എതിർപ്പ് ചെയ്യല്ല. ഇത് ലോകം ഇക്കാലം അത്രയും അംഗീകരിച്ചു വരുന്ന മത ചിന്തകൾക്കതീതമായി ലോകം നന്മയെന്ന് കാണുന്ന സംഗതിയാണ് ത്വാഅത്തുൽ വാലിദൈൻ. ഇസ്ലാം പറഞ്ഞു അതുമാത്രമല്ല, وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا. وَقَضَى رَبُّكَ, അല്ലാഹുവിന്റെ നിയമം ഇതാണ്, അല്ലാഹു വിധിച്ചിരിക്കുന്നു. وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ, അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാണ്. വബിൽവാലിദൈനി ഇഹ്സാനാ, ഉമ്മയോടും വാപ്പയോടും നിങ്ങൾ നന്മ ചെയ്യണം എന്നും അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു. ഉമ്മാനെ വാപ്പാനെ നോക്കുന്നത് ഉമ്മയും വാപ്പയും ചെയ്തു തന്ന ഉപകാരത്തിനല്ല, അവരെന്ന് വല്ലതും എഴുതിച്ചു വാങ്ങിക്കാനുമല്ല, നാട്ടുകാർ വല്ലതും പറയില്ലേ നോക്ക അതിനുമല്ല. എന്ത് നീ 5 വക്ത് നിസ്കരിക്കുന്നത് എന്തിനാ? അള്ള പറഞ്ഞു അതുകൊണ്ട് നിസ്കരിക്ക്. അള്ള പറഞ്ഞു ഉമ്മാനെ വാപ്പാനെ നോക്ക്. അവരുടെ സ്വഭാവം നന്നായിട്ടോ മോശമായിട്ടോ നീ ഇതിൽ എതിര് ചെയ്യല്ല. സ്വഭാവം നന്നാവട്ടെ മോശമാവട്ടെ, നമ്മൾ അങ്ങോട്ട് നന്നായി പെരുമാറൽ നിർബന്ധമാണ്. നോ എക്സ്ക്യൂസ്. നോ എക്സ്ക്യൂസ്. ഉമ്മാക്ക് ഇന്നോടല്ലല്ലോ സ്നേഹം, എന്തോ ആയിക്കോട്ടെ, നിന്റെ ഉമ്മയല്ലേ, നീ അങ്ങോട്ട് ചെയ്യേണ്ട ബാധ്യത നീ ഉമ്മയുടെ നല്ലൽക്ക് പെരുമാറില്ല. വാപ്പ എന്തോ ആയിക്കോട്ടെ, നീ പുത്രനാണ്. വാപ്പയും ഉമ്മയും നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞത് ആരാ? അള്ളാഹുവാണ്. അതുകൊണ്ട് നീ നിന്റെ ബാധ്യത ചെയ്തേക്കണം.
പിന്നെ അവർ ചില ഉമ്മവാപ്പാരും ചില വിഷയങ്ങൾ തീരെ ശ്രദ്ധിക്കാത്തവരുണ്ടാവും. മക്കളോട് ഒരു നിലക്കും ഏറ്റ വ്യത്യാസം കാണിക്കാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒരു ചെറിയ കുഞ്ഞിന് ഉമ്മ കൊടുക്കുകയാണെങ്കിൽ മറ്റേ കുഞ്ഞിന് ഉമ്മ കൊടുക്കണം എന്ന, ഒരു കുഞ്ഞിനെ മാത്രമാക്കരുത്. ഒരു കുഞ്ഞിന് ഹദിയ കൊടുക്കും. സഹാബി അങ്ങനെ ചോദിച്ചു, നബി എന്റെ കുഞ്ഞിന് ഞാൻ ഹദിയ കൊടുക്കാൻ. തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് വേറെ മക്കളുണ്ടോ? ഉണ്ട്. അവർക്ക് ഹദിയ ഉണ്ടോ? ഇല്ല. എന്നാ എല്ലാവർക്കും കൊടുക്കുക, അല്ലെങ്കിൽ ആർക്കും കൊടുക്കണ്ടെന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ മക്കളോട് നീതി പാലിക്കണമെന്ന് ഉമ്മായോടും വാപ്പായോടും അള്ളാന്റെ കടപ്പാടുണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. അതൊരു പക്ഷെ അവർ ചെയ്തില്ല എന്ന് വിചാരിക്കുക. നമ്മുടെ ബാധ്യത എന്താ? നമ്മൾ നല്ല നിലയ്ക്ക് പെരുമാറുക, ദേഷ്യപ്പെട്ടവരോട് സംസാരിക്കാതിരിക്കുക. ദേഷ്യം പിടിപ്പിക്കുന്ന വർത്താനൊക്കെ ചില വാപ്പമാർ പറഞ്ഞെന്ന് വരും, ചില ഉമ്മമാരെന്നെ പറഞ്ഞെന്ന് വരും. ചെവി അടക്കി പിടിച്ച് കേട്ടില്ലെന്ന് വിചാരിച്ചിരിക്കുക. ഒന്നും പറഞ്ഞു പോകണ്ട, ഒന്നും പറയണ്ട. നമ്മൾ എന്ത് ചെയ്തു നമ്മളോട് ചോദിക്കുക, അവരെന്ത് ചെയ്തു അവരോട് അള്ളാന്റെ ചോദ്യങ്ങളുണ്ട്. നമ്മളോട് ചോദിക്കും, നീ നിന്നോട് ചെയ്യാൻ പറഞ്ഞു നീ ചെയ്തോ ഇല്ലേ എന്നാണ്. നമ്മളോട് പറഞ്ഞത് എന്താ? അനിഷ്കുർലി വലിവാലിദേ, എനിക്ക് നന്ദി ചെയ്യണം, നിന്റെ വാപ്പാക്കും ഉമ്മാക്കും നന്ദി ചെയ്യണം. എന്താണ് ഖുർആനിൽ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്നഹ്, പിതാവെന്ന് പറയുന്നത് സ്വർഗത്തിന്റെ വാതിലുകളിൽ മധ്യത്തിൽ നിൽക്കുന്ന വാതിലാണ്. സ്വർഗത്തിന്റെ വാതിലുകളിൽ മധ്യത്തിലെ വാതിലാണ് പിതാവ്. നിനക്ക് വേണമെങ്കിൽ ആ വാതിൽ വേണ്ടാന്ന് വെച്ചോ, അല്ലെങ്കിൽ ആ വാതിൽ നോക്കി പിടിച്ചോ, നിനക്ക് സ്വർഗത്തിൽ കടക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയെ നോക്കണമെന്ന് 3 പ്രാവശ്യം പറഞ്ഞു അല്ലേ? മൻ ഹഖുന്നാസി ബിഹുസ്നി സ്വഹാബതി യാ റസൂലല്ലാഹ്, നബിയെ ഞാൻ ഏറ്റവും കൂടുതൽ മാന്യമായി പെരുമാറേണ്ടത് ആരോടാണ്? ഈ ചോദ്യങ്ങളൊക്കെ അല്ലാഹു ചോദിപ്പിച്ചതാ സ്വഹാബത്തിനെ കൊണ്ട് നമുക്ക് മനസ്സിലാവാൻ. എന്താണ് ചോദ്യം? ഇങ്ങനെയൊക്കെ ചോദിക്കണമെങ്കിൽ എത്ര ചിന്ത, എത്ര നമ്മൾ ഹൈ ഓർഡർ തിങ്കിങ് എന്നൊക്കെ പറയില്ലേ? ഈ ലോകത്ത് ഞാൻ ഏറ്റവും മാന്യമായി പെരുമാറേണ്ടത് ആരോടാണ്? ഖാല ഉമ്മുക്, നിന്റെ ഉമ്മയോട്. പക്ഷെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഏറ്റവും ആദ്യത്തെ സ്ഥാനം ഭർത്താവിനാണ്. അത് കഴിഞ്ഞിട്ടാണ് അവരുടെ ഉമ്മ, അവരുടെ വാപ്പ, പിന്നെ ഭർത്താവിന്റെ ഉമ്മ, ഭർത്താവിന്റെ വാപ്പ. ആദ്യത്തെ സ്ഥാനം കല്യാണം കഴിഞ്ഞ പെണ്ണിന് അവരുടെ ഭർത്താവാണ്. സുബ്ഹാനല്ലാഹ്. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കടപ്പാട് സ്വന്തം ഉമ്മയോടും വാപ്പയോടുമാണ്, പിന്നെ അവരുടെ ഉമ്മയോടും വാപ്പയോടും. ആരോടാ നബി? ഖാല ഉമ്മുക്, നിന്റെ ഉമ്മയോട്. സുമ്മമൻ, പിന്നെ ആരോടാ നബി? ഉമ്മുക്, നിന്റെ ഉമ്മയോട്. പിന്നെ ആരോടാ നബി? ഉമ്മുക്, നിന്റെ ഉമ്മയോട്. പിന്നെ ആരാ നബിയെ? ഖാല അബൂക്, നിന്റെ പിതാവിനോട്. 3 പ്രാവശ്യം പറഞ്ഞു. വാപ്പ മോശമായതുകൊണ്ടല്ല അതിനെ തങ്ങൾ പറയണത്. വാപ്പ എന്നത് സ്വർഗത്തിന്റെ മധ്യത്തിലേക്ക് കടക്കാനുള്ള കവാടമാണ്. വേണമെങ്കിൽ പിടിച്ചോ, അല്ലെങ്കിൽ ഒഴിവാക്കിക്കോ, നിനക്ക് വേണ്ടത് ചെയ്യാം. പക്ഷെ ഉമ്മയുടെ കഷ്ടപ്പാട് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ഉമ്മയെ എടുത്തു പറയാൻ കാരണം. നമ്മൾ ജനിച്ചത്, നമ്മുടെ വാപ്പയോ നമ്മുടെ കുടുംബങ്ങൾ അറിഞ്ഞിരിക്കും നമ്മുടെ ഉമ്മ അനുഭവിച്ച പ്രയാസം. ഉമ്മാക്ക് തിന്നാൻ പറ്റാത്തത്, ഉമ്മാക്ക് ഉറക്കല്ലായ, ഛർദിയോട് ഛർദി, വിഷമത്തോട് വിഷമം അല്ലെ, തിന്നാൻ പറ്റുന്നില്ല, കാലിൽ നീര് വന്നത്, ഡോക്ടറെ അടുത്തേക്ക് തിരിച്ചു മറിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ ഡോക്ടറെ അടുത്ത് പോകുന്നൊക്കെ പറഞ്ഞ അതാപല്ലേ? എന്താ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് പോകുന്നതാണ്. എന്താ നമ്മുടെ നാട്ടിലൊക്കെ അവസ്ഥ? ചൂടും തണുപ്പും കാറ്റും മഴയും, ഭക്ഷണം ഉണ്ടായിട്ടും ഇല്ലാതെയും, കുടിക്കാൻ കിട്ടാതെയും, വാഹനം കിട്ടിയിട്ടും അല്ലാതെയും ത്യാഗമാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്നവരെ ഒരു ഉമ്മ അനുഭവിക്കുന്ന ഇതൊന്നും ജനിച്ച കുഞ്ഞ് കണ്ടിട്ടില്ല. ഇങ്ങനത്തെ മക്കളാ പ്ലസ് 2 എത്തുമ്പോഴേക്കും കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത്. 10th എത്തുമ്പോഴേക്കും ഉമ്മാനും വാപ്പാനും വേണ്ടാന്ന് പറയുന്നത്. സ്വന്തം ഉമ്മ അനുഭവിച്ച ത്യാഗം. ഇവള് ഈ ഇറങ്ങിപ്പോണ പെണ്ണുണ്ടല്ലോ, അവൾക്കൊരു കുഞ്ഞുണ്ടാവില്ലേ ഇനി? അവളൊരു ഉമ്മയാവില്ലേ? ആ പെണ്ണ് ആലോചിക്കുന്നില്ലേ ഇത്? ഞാനൊരു ഉമ്മയാവേണ്ട ആളാണ്. പെണ്ണല്ലേ, അവൾക്ക് ഗർഭാശയമുണ്ട്, അവൾ ജനനം കൊടുക്കേണ്ടവളാണ്. അവൾക്ക് ജന്മം കൊടുക്കാനുള്ള കഴിവ് അല്ലാഹു കൊടുത്തു. ആ കുഞ്ഞ് ജനിക്കുമ്പോൾ ഈ പെണ്ണ് അപ്പോഴാ തിരിച്ചറിയാ, ഓ ഞാൻ എൻ്റെ ഉമ്മയോട് ചെയ്തത് വല്ലാത്ത മോശമായിപ്പോയി. അപ്പോഴേക്കും വണ്ടി പോയിട്ടുണ്ടാവും. ഇതൊന്നും മക്കൾ ചിന്തിക്കുന്നില്ല. വലുതായി സ്വന്തം 2 കാലിൽ നടക്കാനാകുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ ഭൂമിക്ക് വന്നതാന്ന വിചാരം. യാ അല്ലാഹ്, ഉമ്മക്ക്, നിന്റെ ഉമ്മയോട് ഏറ്റവും അച്ചടക്കത്തിലേ നമ്മൾ സംസാരിക്കാവൂ. നമ്മുടെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ മക്കൾ അത് അറിയണം. ഏറ്റവും പൊലൈറ്റ്, ഏറ്റവും കൈൻഡ് വേർഡ്സ്, വളരെ വളരെ മൃദുലമായ വാക്കുകളെ മാതാപിതാക്കളോട് മക്കൾ പ്രയോഗിക്കാവൂ. ഇത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം.
ഉമ്മയോട് ഏതെങ്കിലും ഒരു കുഞ്ഞ് സ്വന്തം വീട്ടിലെ സ്വന്തം മകനോ മകളോ ഉമ്മയോട് കയർത്ത് സംസാരിക്കുന്നത് കണ്ടാൽ അവിടെ പിതാവ് ഇടപെടണം. വാപ്പ പറയണം, ഉമ്മയോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് മോനെ, ഉമ്മയോട് സംസാരിക്കേണ്ടത് ഇങ്ങനെയല്ലേ. വാപ്പ തിരുത്തണം. വാപ്പയോട് മക്കൾ എന്തെങ്കിലും അനാവശ്യമായ രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിൽ ഉമ്മ തിരുത്തി കൊടുക്കണം. മക്കളെ, വാപ്പയാണത്, വാപ്പയോട് അങ്ങനെ പറയരുത്. ഇങ്ങനെ രണ്ടുപേരും കറക്റ്റ് ചെയ്താലേ മക്കൾ നന്നാവും. വാപ്പാക്ക് വിഷയമല്ല ഉമ്മാൻ എന്ത് പറഞ്ഞാലും, വാപ്പാക്ക് വിഷയം വാപ്പാനെ പറയല. ഇത് കുടുംബം തകർക്കല, ഇത് ചെയ്യരുത്. ഉമ്മ ഇല്ലാത്ത സമയത്ത് മക്കളെ വിളിച്ച് വാപ്പ പറഞ്ഞു കൊടുക്കണം, ഉമ്മയെ സന്തോഷിപ്പിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാലോ, ഉമ്മയെ നമുക്കൊന്ന് സന്തോഷിപ്പിച്ചാലോ. ഇന്നത്തെ ഒരു കാര്യം ഉമ്മാന്റെ കുക്കിങ് നമുക്ക് ഏറ്റെടുത്താലോ, ഇന്ന് ഉമ്മ ചെയ്യുന്ന ആ ജോലി നമ്മളങ്ങ് ഏറ്റെടുത്ത് ചെയ്താലോ. വാപ്പയും മക്കളും കൂടി ഉമ്മയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ ഭർത്താവ് തന്റെ മക്കളോട് പഠിപ്പിക്കുകയാണ്. ഈ രീതിയിലാണ് മക്കളെ പെരുമാറാൻ അവരെ പഠിപ്പിക്കേണ്ടത്. ത്വഅത്തുൽ വാലിദൈൻ സ്വർഗത്തിലേക്കുള്ള കവാടമാണ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. സന്തോഷം കൊടുക്കുക എന്നതിൻ്റെ അർത്ഥം ഇങ്ങോട്ട് തിരിച്ചു കിട്ടുക എന്ന് അതിൽ ഒരു നിലക്കും അത് പ്രതീക്ഷിക്കരുത്. ഉമ്മക്കും വാപ്പാക്കും ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് തിരിച്ചു കിട്ടണം, അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. വാപ്പാനിടുന്നു ഉമ്മാനിടുന്നു വല്ലതും എഴുതിച്ചു വാങ്ങിക്കാൻ വേണ്ടി അവസാന കാലം അതുവരെ തിരിഞ്ഞു നോക്കാത്ത മക്കൾ ആ സക്കറാത്തിന്റെ നേരത്തെ ഓടി വന്നിട്ട് ഉമ്മാനും വാപ്പാനും മുഴുവൻ കാര്യം എന്തേ ആ പേപ്പർ അങ്ങോട്ട് ഒപ്പിട്ട് വാങ്ങിക്കുമ്പോഴേ ഇതാ ഞാനാ നോക്കിയത് എന്ന് പറയാൻ. എന്തിനാണ് ഈ തുരുപ്പ് ചീട്ട് കളിയൊക്കെ? അള്ളാഹുവിന് വേണ്ടി ചെയ്തേക്ക്. ഇപ്പോഴത് പടച്ചോൻ കബൂലാക്കുള്ളൂ. അള്ളാഹുവിന് വേണ്ടിയിട്ട് ചെയ്യുക. സ്വന്തം ഉമ്മയും വാപ്പയും വാർദ്ധക്യ സമയത്ത് നമ്മുടെ കയ്യിലുണ്ടായിരിക്കെ, നമ്മുടെ കൂടെ ജീവിക്കാൻ അവർക്ക് അവസരം ഉണ്ടായിരിക്കെ, ഈ വാപ്പയും ഉമ്മയെയും നോക്കിയാൽ സ്വർഗം കിട്ടുമെന്നിരിക്കെ, ഒരു മനുഷ്യന്റെ വാപ്പയും ഉമ്മയും വാർദ്ധക്യത്തിലായി അവന്റെ കൂടെ ജീവിച്ചിട്ടും അവന് സ്വർഗം കിട്ടിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവൻ ദൂരെ കടക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോ മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ നിന്ന് ആമീൻ പറഞ്ഞു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ആമീൻ. എന്താണ് ആമീൻ അർത്ഥം? സ്വന്തം ഉമ്മയും വാപ്പയും വാർദ്ധക്യത്തിൽ ഉണ്ടായിരിക്കെ അവർക്ക് സേവനം ചെയ്ത് സ്വർഗം കിട്ടുമായിരുന്നു. അതിന് പകരം അവരെ പറഞ്ഞയച്ചു വൃദ്ധസദനത്തിലേക്ക്, അല്ലെങ്കിൽ അവരോട് പെറുപുറുത്തു. അപ്പയെ ഡോക്ടറെ കാണിക്കണമെന്ന് പറയുമ്പോഴേക്കും ഇവന്റെ ദേഷ്യം, ഉമ്മയെ ഡോക്ടറെ കാണിക്കണമെന്ന് പറയുമ്പോഴേക്കും ഇവന് മുറുമുറുപ്പ്, അവിടെ വേദന ഇവിടെ വേദന, ഇതൊക്കെ പറയും. വാർദ്ധക്യത്തിലേക്ക് നമ്മുടെയും അവസ്ഥ അതല്ലേ? അള്ളാഹു ദീർഘായുസ് തന്നാൽ നമ്മളും എത്തുന്ന ഘട്ടങ്ങളാണ് ഇതൊക്കെ എന്ന് ചെറുപ്പക്കാർ മനസ്സിലാക്കണം. വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ അവരുടെ കുറ്റല്ല. നമുക്കും ആയുസ്സുണ്ടെങ്കിൽ ഇതേ സ്റ്റേജുകളിൽ നമ്മളും കടന്നു പോകാനുള്ളവരാണ്. നമുക്കാർക്കും ആത്മഹത്യ ചെയ്യാൻ പാടില്ലല്ലോ. അള്ളാഹു മരണം വെക്കുന്നത് വരെ കാത്തിരിക്കുന്ന വേണ്ടേ? യാ അല്ലാഹ്, സ്വർഗമാണ് നമ്മുടെ വീടുകളിൽ. പ്രായമുള്ള ഉമ്മയും വാപ്പയുണ്ടോ? സ്വർഗത്തിലേക്കുള്ള താക്കോൽ കൈ തന്നിരിക്കുക. വേണമെങ്കിൽ നീ എടുത്തോ, അവരെ സന്തോഷിപ്പിച്ചോ, വേണ്ടത് ചെയ്തു കൊടുത്തോ, സ്വർഗത്തിലേക്ക് പോയിക്കോ. ഈമാനും ഈ അമലും ഉണ്ടെങ്കിൽ അള്ളാഹു തആല സ്വർഗം കൊടുത്തേക്കും. യാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പിന്നെ സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന മറ്റൊരു വിഷയം തൊലബുൽ ഇൽമി നാഫിഅ. 37ാമത്തേതാ നമ്മൾ ഒരു വലിയൊരു റോയിലിംഗ് പൂരാണ്. തൊലബുൽ ഇൽമി നാഫിഅ, നാഫിആയ ഇൽമ് അന്വേഷിച്ചു പോകുന്നത്, ഉപകാരപ്പെടുന്ന ഇൽമ്. അള്ളാഹു ആ വിധത്തിൽ നമ്മുടെ ഒരുമിച്ച് കൂടൽ റഹ്മാനായ റബ്ബ് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൽമ് പഠിക്കാൻ വേണ്ടി വരികയാണ്, വേറൊന്നിനും നമ്മൾ വരുന്നില്ല. നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിനെ പറ്റി അറിയലാണ്, റസൂലിനെ പറ്റി അറിയലാണ്, ദീനിനെ പറ്റി അറിയലാണ്, ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അറിയലാണ്, ഞാൻ എന്തിനാ ജീവിക്കുന്നത്, ഇതറിയാനുള്ള ആ ഒരു ചിന്തയിലാണ് നമ്മൾ ഈ സദസ്സിലേക്ക് കടന്നു വന്നതെങ്കിൽ ഇൻഷാ അള്ളാഹ് ഇങ്ങനെ വരവും പോക്കും നമുക്ക് എവിടെയെല്ലാം സാധിക്കുന്നുവോ ഇൽമിന്റെ മജ്‌ലിസുകൾ എത്തിപ്പെടുക. ഇത് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി മാ മിൻ റജുലിൻ യസ്ലുകു തരീഖൻ യത്ലുബു ഫീഹി ഇൽമൻ ഇല്ലാ സഹലല്ലാഹു ലഹു ബിഹി തരീഖൽ ജന്നഹ് വമൻ അബ്തഅ ബിഹി അമലുഹു ലം യുസ്രി' ബിഹി നസബുഹു ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഹദീസുണ്ട്, വേറെ റിവായത്തുകൾ വന്ന് മൻസലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. നമ്മൾ പ്രത്യക്ഷമായി നമ്മൾ എപ്പോഴും കേൾക്കുന്ന റിവായത്ത് അങ്ങനെയാ. മാ മിൻ റജുലിൻ യസ്ലുകു തരീഖൻ യത്ലുബു ഫീഹി ഇൽമൻ. ഒരു വഴിയിലേക്ക് പ്രവേശിക്കുകയാണ് ഒരാൾ, ഒരു വഴിക്ക്, ഇസ്ലാമിക് സെന്ററിന്റെ വഴിയിലേക്കാണ് പ്രവേശിക്കുകയാണ്. ഇവിടുന്നോ വരികയാണ്. ഒരു ഉദാഹരണം പറയാം. ഇങ്ങോട്ട് വണ്ടി കയറുന്നു, ഇങ്ങോട്ട് നടന്നു വരുന്നു. യത്ലുബു ഫീഹി ഇൽമൻ. ആ പോണ പോക്കനൊരു ഉദ്ദേശം ഇൽമ പഠിക്കാനാണ്, വേറൊന്നുമല്ല. അങ്ങനെ വന്ന ഒരു മനുഷ്യൻ
ഇല്ലാ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൽ ജന്നഹ്, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അല്ലാഹു അവന് എളുപ്പമാക്കി കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. അത് ഉറപ്പല്ലേ? നമ്മൾ സ്വർഗത്തെ പറ്റിയാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അള്ളാഹുവിനെ പറ്റിയാണ് ഇൽമിന്റെ സദസ്സുകൾ ചർച്ച ഉണ്ടാവുക. റസൂലിനെ പറ്റിയാണ്, ദീനിനെ കുറിച്ചാണ് ചർച്ച ഉണ്ടാവുക. അത് പഠിക്കുന്നത് സ്വർഗം കിട്ടാൻ കാരണമായ വിഷയങ്ങളാണ്. അപ്പോ സ്വർഗത്തിന്റെ വഴി അത്തരക്കാർക്ക് അള്ളാഹു എളുപ്പാക്കി കൊടുക്കുന്നു. ഖുർആൻ പഠിക്കാൻ വേണ്ടി വരിക. ഇവിടെ ഹദീസ് ക്ലാസ് നടക്കുന്നുണ്ട് ബുധനാഴ്ച. ഖുർആന്റെ തജ്വീദ് ക്ലാസുകൾ നടക്കാറുണ്ട്. ഇവിടെ മറ്റു മജ്ലിസുകൾ നടക്കാറുണ്ട്. ഇൽമ പറയപ്പെടുന്ന സദസ്സുകൾ. നമ്മൾ ഇൽമ പഠിക്കാൻ വേണ്ടി വരികയാണ്. സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പാക്കി തരും. അള്ളാഹു എളുപ്പാക്കി തരുമാറാകട്ടെ. 38-ാമത്തേത് അയാദത്തുൽ മരീദ്, ഒരു രോഗിയെ സന്ദർശിക്കുന്നത്. അത് മാത്രമല്ല, ഔ സിയാറത്തുൽ അഖി ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ സന്ദർശിക്കുന്നത്. ഇങ്ങനെ രോഗിയെ സന്ദർശിക്കുന്നത് ഒരു ഭാഗം. അത് രോഗിയൊന്നുമല്ല, നമ്മുടെ ഒരു ഫ്രണ്ടാണ്. എങ്ങനെയാ ഫ്രണ്ട്? അന്ന് കള്ളുടിക്കാൻ പോയ ഫ്രണ്ട്? അതല്ല. ആ ഫ്രണ്ട് നല്ല മനുഷ്യനാണ്. അള്ളാഹുവിനെ പറ്റി എനിക്ക് അറിയിച്ചു തന്ന ആളാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഖുർആൻ ക്ലാസ്സിന് പോകാറുള്ളത്, ഹദീസ് ക്ലാസ്സിന് പോകാറുള്ളത്. ഒന്നിച്ചാണ് ഞങ്ങൾ വാതിൽ, ഒന്നിച്ചാണ് ഞങ്ങൾ ഉംറക്ക് പോയത്, ഞങ്ങൾ ഒന്നിച്ച് ഹജ്ജിന് പോയിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ചാണ് ബിസിനസ് നടത്തുന്നത്. സത്യസന്ധനായ കൂട്ടുകാരനാണ്. ഇങ്ങനത്തെ ഒരു കൂട്ടുകാരനെ കുറെ കാലമായി കണ്ടിട്ട് വെറും വാട്സപ്പും മെസ്സേജ് മാത്രം പോരല്ലോ, ഒന്ന് ഫിസിക്കലി ചെന്ന് കാണുക. അങ്ങനെ ഉദ്ദേശിച്ച ആ കൂട്ടുകാരന്റെ വീട് വരെ പോയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അല്ലാഹുവിന്റെ മലക്കുകൾ വിളിച്ചു പറയും, അൻതുബിത വതാബ മംശാക വതബവഅത മിനൽ ജന്നതി മൻസില. അൻതുബിത, നീ നീ നല്ലവനാണ്. വതാബ മംശാക, നിന്റെ നടത്തം നന്നായിരിക്കുന്നു. അല്ലാഹുവിന്റെ മലക്കുകൾ വിളിച്ചു പറയുന്നതാണ്. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് ഒരു വീട് നീ ഒരുക്കി വെക്കുകയും ചെയ്തു കഴിഞ്ഞു. എപ്പോ? ഒരു ഫ്രണ്ടിനെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ സന്ദർശിച്ചാൽ. ഈ ഫ്രണ്ട്ഷിപ്പ് ഇസ്ലാം ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആരാണ് ഫ്രണ്ട് ആക്കേണ്ടതെന്ന് ആലോചിച്ച് ചെയ്യാവൂ. അതാ വിഷയം. ഒരു ഫ്രണ്ട് വേണം. എത്രയോ ഫ്രണ്ടുകൾ ഉണ്ടാവാം, അത്രയും നല്ലതാണ്. നാളെ പരലോകത്ത് എങ്ങാനും ഈ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് ശഫാഅത്ത് ചെയ്യുന്ന, റെക്കമെൻഡേഷൻ ചെയ്യും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളൊക്കെ കൂട്ടത്തിൽ കൊടുത്തുമാറാകട്ടെ. മാഷറിലൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ എന്താ, ഒരു കല്യാണത്തിന് പോയാൽ പരസ്പരം കാണാൻ പറ്റില്ല. ഞാനിപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളുടെ ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ച് ഇന്നലെ ഒരു സ്ഥലത്തെത്തിയിട്ട് പരസ്പരം കാണാൻ പറ്റുന്നില്ല, സമയമെടുക്കാൻ. യാ അല്ലാഹ്, മാഷറിലൊക്കെ ചെന്ന് നമ്മൾ എങ്ങനെയാണ് കാണുന്നത് ഞാൻ ചോദിച്ചു. എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? ഒരു ചെറിയൊരു ആൾക്കൂട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുന്നില്ല. പക്ഷെ പരലോകത്ത് എങ്ങാനും പരസ്പരം കണ്ടാലേ, ഇങ്ങനെയൊക്കെ വേദ പറഞ്ഞ് ഉസ്താദാണ്, പടച്ചോനെ ഞാൻ രക്ഷപ്പെടുത്തട്ടെ, നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോകുമ്പോഴേ ഒന്ന് ശഫാഅത്ത് ചെയ്യണം മുഅ്മിനീങ്ങൾ, അള്ളാഹുവിനെ വിചാരിച്ച് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യാം. ഓർമ്മ വരുന്നതാണ്, അവിടെ ഓർമ്മ ഉണ്ടാവുന്ന മെമ്മറി ഒന്നും പോവില്ല. മഹ്ശറിക്ക് ഒരു മെമ്മറി ഉണ്ടാവും. നമ്മൾ ഓരോരുത്തരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരൊക്കെയാ രക്ഷപ്പെടുക, ആരൊക്കെയാ കുടുങ്ങുക എന്ന് പറയാൻ പറ്റില്ല. ഈ വേദ പറയുന്ന പോലെ വല്ലാതെ കുടുങ്ങുക, പ്രസംഗിക്കുന്ന പോലെയാണ് കൂടുക. കേൾക്കുന്നവർക്ക് കേട്ട് മനസ്സിലാക്കിയാൽ മതി. ഈ പറയുന്നവർ എത്ര ചെയ്യേണ്ടവരാണ്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ബേജാറുണ്ട്. നിങ്ങളോട് പറയാലോ, നമ്മളൊരു കുടുംബം പോലെ കഴിയുന്ന ആൾക്കാരപ്പോൾ അല്ലേ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫാഅത്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മ വേണം. കണ്ടിട്ട് കണ്ടില്ല ഉസ്താദ് അവിടെ കിടക്കട്ടെ ഇങ്ങനെ പറഞ്ഞു പോരുത് മുഅ്മിനീങ്ങളെ, ദയവ് ചെയ്തിട്ട്. എന്തൊക്കെ നമ്മൾ തമ്മിൽ എന്തെങ്കിലും വല്ല കുഴപ്പമുണ്ടൊക്കെ പരിഹരിക്കും ഇവിടുന്ന് തന്നെ ഇൻഷാ അല്ലാഹ്. കൂട്ടുകാർ ഒരുപാട് വേണം, സുഹൃത്തുക്കൾ ഒരുപാട് വേണം. എത്ര കൂടിയാലും കുഴപ്പമില്ല. പരസ്പരം പരിചയപ്പെടണം. ചെന്ന് കാണൽ സുന്നത്താണ്. സന്ദർശിക്കാൻ വിളിച്ചാൽ പോകണമെന്നാണ്. അത് ഏത് ചെറിയ ആളോ വലിയ ആളോ ദൂരോ അടുത്ത് നമുക്ക് എത്താൻ പറ്റുമോ ചെല്ലണം എന്നാണ്. ഇതൊക്കെ കൂലിയുള്ള വിഷയമാണ്. അങ്ങനെ പരസ്പരം സന്ദർശിച്ചാൽ അല്ലാഹുവിന്റെ മലക്ക് പറയാൻ, നിങ്ങളുടെ നടത്തം നന്നായി, നിങ്ങൾ നന്നായി, സ്വർഗത്തിലൊരു വീടും റെഡിയായി. എപ്പോ? മൻ ആദ മരീദൻ ഔ സാറ അഖൻ ലഹു ഫില്ലാഹ്. ഒരു രോഗിയെ സന്ദർശിച്ചു, അല്ലെങ്കിൽ തൻ്റെ ഒരു കൂട്ടുകാരനെ, ഒരു പെണ്ണ് തൻ്റെ കൂട്ടുകാരിയെ സന്ദർശിച്ചു, ഒരാണ് തൻ്റെ കൂട്ടുകാരനെ സന്ദർശിച്ചു. ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഫില്ലാ, കണ്ടീഷൻ അതാണ്. ഫില്ലാഹി, അള്ളാഹിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന, അള്ളാഹുവിനെ സ്നേഹിക്കുന്നതുകൊണ്ട് അവൻ അള്ളാഹിനെ ഇഷ്ടമാണ്, അവൻ നല്ല മുസ്ലിമാണ്, എനിക്ക് അവനോട് ഇഷ്ടമാണ്. അങ്ങനെ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാള് നിങ്ങൾ കാണാൻ വേണ്ടി ഇവിടുന്ന് റാസൽ ഖൈമയ്ക്ക് പോയി എന്ന് വിചാരിക്കുക, ഫുജൈറയ്ക്ക് പോയി എന്ന് വിചാരിക്കുക. ആ പെട്രോൾ അടിച്ചതൊക്കെ മുതലായി. ആ യാത്ര മുഴുവനും മലക്കുകൾ നന്നായി പൊയ്ക്കോളി, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് അള്ളാഹിന്റെ കാവലാണ്, നിങ്ങൾ നന്മയിലാണ്. തിരിച്ചു വരുമ്പോൾ കുറെ ക്ഷീണുണ്ടോ, എന്നാലും സാരല്ല, നമ്മുടെ ബന്ധുക്കളെ കൂട്ടുകാരെ കാണാൻ വേണ്ടി പോയതല്ലേ, ആ യാത്രയിൽ സ്വർഗം വാങ്ങിച്ചു വരാം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
പിന്നെ ഒരു മുസ്ലിമിൽ 4 ഗുണങ്ങൾ ഒരുമിച്ച് കൂടി ഒരു കൂട്ടം അമലുകൾ, അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ സംഭവമാണ്. ഓർമ്മ ഉണ്ടാകും, ഒന്നുകൂടെ പറയാം. ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള സംഭവമാണിത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, ഇന്ന് ആരാണ് സുന്നത്ത് നോമ്പ് നോച്ചിട്ടുള്ളത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാൻ സുന്നത്ത് നോമ്പാണ്. ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസഹ, നിങ്ങളിൽ ഇന്നത്തെ എപ്പോഴാ തങ്ങൾ ചോദിച്ച സമയം എപ്പോഴാണ് നമുക്കറിയില്ല, ഹദീസിൽ വ്യക്തമാകുന്നില്ല. നിങ്ങളിൽ ആരാണ് ഇന്ന് ഒരു ജനാസയെ അനുഗമിച്ചത്, ഒരു മയ്യത്തിനെ പരിപാലിച്ച് മയ്യത്തിന്റെ കൂടെ ജനാസയുടെ കൂടെ പോയത് ആരാണ്? അതിന് അവസരം ഉണ്ടായോ ആർക്കെങ്കിലും? ആരുമില്ല. അന യാ റസൂലല്ലാഹ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാൻ എൻ്റെ നബിയെ. പിന്നെ തങ്ങൾ ചോദിച്ചു, മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഒരു പാവപ്പെട്ട മിസ്കീനിന് ഇന്ന് ആരെങ്കിലും ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയെ എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. പിന്നെ തങ്ങൾ ഒരു ചോദ്യം കൂടെ ചോദിച്ചു, ഫമൻ ആദ മിൻകുമുൽ യൗമ മരീദാ, ഇന്ന് ഒരു രോഗിയെ സന്ദർശിച്ച ആരെങ്കിലും ഉണ്ടോ? ഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞാൻ നബിയെ സന്ദർശിച്ചിട്ടുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മജ്തമഅന ഫി ഇംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന, ഈ 4 കാര്യങ്ങൾ ഒരു വിശ്വാസിയിൽ ഒരുമിച്ച് കൂടിയാൽ അയാൾക്ക് സ്വർഗ്ഗമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ എന്തൊക്കെ ചെയ്തത്? ബഹുമാനപ്പെട്ടവർ അന്ന് സുന്നത്ത് നോമ്പുകാരനാണ്, ഒരു ജനാസയെ അനുഗമിച്ചിട്ടുണ്ട്, ഒരു രോഗിയെ സന്ദർശിച്ചു, ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുത്തു. മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക ഒന്നുമല്ല. ഇപ്പൊ ചൂട് കാലമായില്ലേ, ടെമ്പറേച്ചറൊക്കെ 40, 41, 42 ഒക്കെ ആവാൻ പോയിക്കൊണ്ടിരിക്കുക. നട്ടുച്ച നേരത്തെ നമുക്ക് ഒരു ബോട്ടിൽ വെള്ളം ആകെ 1 ദിർഹമോ 1.5, 2 ദിർഹം കൂട്ടിക്കോളൂ. ആ റോഡ് സൈഡിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വർക്കറിന്, ഒരു ജോലിക്കാരന്, ഒരു ലേബറിന് ഒരു ഗ്ലാസ് വെള്ളം, ആ ഒരു ബോട്ടിൽ വെള്ളം കൊടുക്കുക, ഒരു ജ്യൂസോ അതിൽ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ പറ്റും, അതോ ഒരു 5 ദിർഹമേ വേണ്ടൂ. അതിന് നമുക്ക് കഴിയുള്ളൂ, അത്രയേ വേണ്ടൂ. ഒരു പാക്കറ്റ് കൊടുക്കുക. നിങ്ങൾ ആരാണ് അയാൾക്കും അറിയില്ല, അയാൾ ആരാ നിങ്ങൾക്കും അറിയില്ല. പക്ഷെ ഒരു മിസ്കീനാണ്, മനുഷ്യനാണ്. അല്ലെങ്കിൽ ആ ജോലി ചെയ്യാൻ നിൽക്കൂലല്ലോ, അള്ളാഹുവിന്റെ കൂലുണ്ടാവും. റമദാനൊക്കെ വരുന്നത്, നോമ്പ് തുറപ്പിച്ച ആൾക്ക് നോമ്പ് നോറ്റ ആളിന്റെ അതേ കൂലി. ആരെങ്കിലും ഒരു നോമ്പുകാരന് നോമ്പ് മുറിക്കാൻ വല്ലതും കൊടുത്താൽ ആ നോമ്പ് നോറ്റവന്റെ കൂലി കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ വളരെ എളുപ്പമാണ്. നമ്മളൊക്കെ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്കൊരു വലിയൊരു ഗ്രൂപ്പായിട്ട് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ വിളിക്കാൻ പറ്റൂല. ഒരാൾക്ക് നോമ്പ് തുറക്കാൻ എന്തെങ്കിലും ഒരു ജ്യൂസ്, ഒരു 2 സമൂസ, അല്ലെങ്കിൽ ഹുബൂസോ, അതിക്കുള്ള കറിയോ, ഒരു പാവപ്പെട്ട ലേബർ ജോലി കഴിഞ്ഞ് വരികയാണ്, വെയിലത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്, ഇതാ കൊണ്ടുപോയി നോമ്പ് തുറന്നോളൂ എന്ന് പറയാനാണ്. എത്ര നോമ്പ് കിട്ടുന്ന, എത്ര നോമ്പ് ഒറ്റ കൂലി കിട്ടുന്നതാണ്. ഇതൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമ്മൾ ഒരുപാട് കാശ് നമ്മൾ അറിയാതെ നഷ്ടപ്പെടുന്നുണ്ട്, അല്ലേ? സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ വലിയ പുണ്യങ്ങളാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി പറയുന്നൊരു വിഭാഗം സ്വർഗത്തിൽ ഹിസാബ് കൂടാതെ, വിചാരണയില്ലാതെ പോകുന്നവരാണ്. എമിഗ്രേഷൻ ഗേറ്റിൽ നിൽക്കുന്നുണ്ടല്ലോ, ഇലക്ട്രോണിക് ഗേറ്റിന്റെ ആ പഞ്ചും കൂടി വേണ്ട, പോവുക, ഒരു ഗ്രീൻ ചാനൽ, സ്ട്രൈറ്റ് അവേ പോയിക്കോളി, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, നേരെ പോയിക്കോ. അങ്ങനെ പോകുന്ന ചില VIP-കൾ നാളെ പരലോകത്തുണ്ട്. അവരാരാണെന്ന് പഠിപ്പിക്കും. സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണത്. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മതി 70,000 ബിഗൈരി ഹിസാബ്, എന്റെ ഉമ്മത്തികളിൽ നിന്ന് 70,000 ആളുകൾ ബിഗൈരി ഹിസാബിൻ, ഒരു വിചാരണയുമില്ലാതെ സ്വർഗത്തിലേക്ക് പോകും. ഖാലൂ മൻ ഹും യാ റസൂലല്ലാഹ്, അവർ ചോദിച്ചു, ആരാണ് നബിയേ ഇവർ? ഖാല ഹുമുല്ലദീന ലാ യസ്തർഖൂൻ വലാ യതതയ്യറൂൻ വലാ യക്തവൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഈ ഹദീസ് ഒരൽപ്പം തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ ചിലർ ഇതിനെ ചർച്ച ചെയ്യാറുണ്ട്. തെറ്റിദ്ധാരണ പരത്ത് ഒന്നും അറിയാത്തത് കൊണ്ടാണോ, അറിയുന്നവരങ്ങനെ പറയില്ല, അർത്ഥം മനസ്സിലാക്കുന്നവൻ വരും. സ്വർഗത്തിലേക്ക് ഹിസാബില്ലാതെ കടക്കുക, സ്വർഗത്തിൽ കടക്കുക, നമ്മൾ അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. യാ അല്ലാഹ്, ഹിസാബ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, എനിക്ക് സ്വർഗത്തിൽ എത്തിയാൽ മതി.
VVIP-കൾ അവര് എന്താ പറയാ, ഹൈ റാങ്ക് ഉള്ള ആളുകളാണ്. അവര് ഒരു ഹിസാബില്ലാതെ പോകും. അവരുടെ ഗുണമാണ് നബി തങ്ങൾ പറയാൻ പോകുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര ഗുണമാണ്. നമ്മൾ സാധാരണ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ഹൈ എക്സ്പെക്ടേഷൻസ് ഇവരെ കുറിച്ച് വേണം. അപ്പോഴല്ലേ ഇവർ ഇത്തരം വലിയ ഗുണമുള്ള ആളുകളാവുള്ളൂ. ഹുമുല്ലദീന, അവര് ലാ യസ്തർഖൂൻ, ഞങ്ങൾക്ക് മന്ത്രിച്ചോതി തരൂ എന്ന് ആവശ്യപ്പെടാത്തവരാണ്. വലാ യതതയ്യറൂൻ, പക്ഷികളെ നോക്കിയിട്ട് ലക്ഷണം പറയാത്തവരാണ്. വലാ യക്തവൂൻ, തീ വെച്ച് ചികിത്സിക്കാത്തവരാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അല്ലാഹുവിൽ തവക്കുലാക്കുന്നവരാണ്. എവിടെയായിരിക്കും പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആദ്യം പറഞ്ഞ ഭാഗം റുഖിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുഖിയ ചെയ്തു കൊടുത്തിട്ടുണ്ട്. റുഖിയക്ക് പറയുന്ന മലയാളത്തിലെ പേരെന്താണ്? ഖുർആൻ ഓതിയിട്ടോ ദുആ ചൊല്ലിയിട്ടോ ഒരു രോഗിക്ക് ഊതി കൊടുക്കാൻ, മെല്ലെ ചൊല്ലിയിട്ട് ഊതുക. അതാണ് ഈ മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മെല്ലെ പറയാന്നല്ല അതിന്റെ അർത്ഥം. അവൾ എന്റെ ചെവിയിൽ മന്ത്രിച്ചു അല്ലേ? എന്താ അർത്ഥം? മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ മെല്ലെ പറഞ്ഞു. മെല്ലെ ഖുർആൻ ഓതിയിട്ട് രോഗിക്ക് ഊതി കൊടുക്കുക. ഇതിനാണ് റുഖിയ. ഇത് ദീനിൽ ഉള്ളതാണ്, ചെയ്യേണ്ടതാണ്. ഒരു രോഗി ഏത് ചികിത്സ അന്വേഷിച്ചോട്ടെ, റുഖിയ ശർഇയ്യ, അർ-റുഖിയ ശർഇയ്യ, ശർഇയ്യായ റുഖിയ, മന്ത്രിച്ചൂത എന്ന് പറയാം. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ വാക്ക് മാറ്റി പുതിയൊരു വാക്ക് ഇനി മലയാളത്തിലുണ്ടെങ്കിൽ നമുക്കത് പറയായിരുന്നു. ഈ വാക്ക് കേട്ടിട്ട് അരോചകമുള്ള ആൾക്കാരുണ്ടാവും. മന്ത്രിച്ചൂത എന്ന് പറഞ്ഞാൽ അതാ ഖുർആൻ ഓതിയിട്ടോ ഹദീസിൽ വന്ന ദുആകൾ ചൊല്ലിയിട്ടോ രോഗിയായ ഒരാൾക്ക് ശിഫ കൊടുക്കണേ പടച്ചവനെ എന്ന് ഈ വചനങ്ങൾ ഓതി രോഗിയിലേക്ക് ഊതി കൊടുക്കുക. അതിന്റെ സയന്റിഫിക് വശമൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഡോക്ടർ അബ്ദുദ്ദാഇം അൽ കഹീലിനെ പോലെയുള്ള വലിയ ആലിമീങ്ങൾ എന്താണ് ഈ മന്ത്രിച്ചൂതുന്നതിന്റെ സയന്റിഫിക് വശം എന്ന് ചർച്ച ചെയ്ത അദ്ദേഹം ഒരു എഞ്ചിനീയറാണ്, വലിയ ഖുർആൻ പണ്ഡിതനാണ്. ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അബ്ദുദ്ദാഇം അൽ കഹീൽ. അദ്ദേഹത്തിന്റെ kahil7.com അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് ഉണ്ട്. അറബിയിലാണെന്ന് മാത്രം. അത് കഴിയുന്ന ആളുകൾ വായിച്ചു നോക്കി. റുഖിയ ശർഇയ്യന്റെ അത്ഭുതങ്ങൾ. നമുക്കതൊക്കെ പഴഞ്ചന, നമുക്കത് ചെയ്യാൻ പറ്റൂല. തങ്ങളത് ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ് സൂറത്തുൽ ഫാത്തിഹ 7 പ്രാവശ്യം ഓതി കൊടുത്തിട്ട് പാമ്പ് കടിയേറ്റ മനുഷ്യന് വിഷം ഇറങ്ങിപ്പോയെന്നും അവർ സമ്മാനം കൊടുത്തു. അവര് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം കിട്ടിയതിന്റെ ശേഷമാണ് ഓഹരി വെക്കാൻ തീരുമാനിച്ചത്. തങ്ങൾ പറഞ്ഞു എനിക്കൊരു തന്നോളൂ എന്ന് തങ്ങൾ പറഞ്ഞു എന്നത് ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പക്ഷെ ആരപ്പതൊക്കെ ചെയ്യാ? ഇത് ദീനിൽ ഉള്ള ഒരു സംഗതിയാണ്. ഉള്ളത് നമ്മൾ ഇല്ല എന്ന് പറയാൻ പാടില്ലല്ലോ. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? വളരെ ചെറിയൊരു ന്യൂനപക്ഷം. അത് കൂലിയുള്ള വിഷയം. തങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞത് സ്വഹാബത്ത് ചെയ്തതാ, നബി തങ്ങൾ ചെയ്തു കൊടുത്തതാ. നബി തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്, മന്ത്രിച്ചൂതി കൊടുത്തിട്ടുണ്ട്. ബിസ്മില്ലാഹി അർഖീക് മിൻ കുല്ലി ഷൈഇൻ യുദീക് മിൻ ഹാസിദിൻ വഐനിൻ അല്ലാഹു യശ്ഫീക് എന്ന വചനം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വചനമാണ്. നബി തങ്ങൾക്ക് ഒരു പ്രയാസം, ബനു സുറൈഖ് ഗോത്രത്തിൽ ലബീദ് ഇബ്നു അസം എന്ന ഒരു മനുഷ്യൻ, അവർക്ക് നബി തങ്ങൾക്ക് സിഹർ പ്രയോഗം ചെയ്തു എന്ന സംഭവം സൂറത്തുൽ നൂറിന്റെയും സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസിന്റെയും തഫ്സീറുകളിൽ മുഫസ്സിരീങ്ങൾ എല്ലാം വിശദമായി ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പൊ അതുള്ളതാണ്. പക്ഷെ നാളെ ഹിസാബില്ലാതെ പോകുന്നവർ, ഒരസുഖം വന്നാൽ യാ അല്ലാഹ് നീ എനിക്ക് ശിഫയാക്കി തന്ന മതി റബ്ബേ, ഞാൻ ഒരു മരുന്നും കഴിക്കൂല, ഞാൻ ആരോട് മന്ത്രിച്ചൂതാനും ചോദിക്കൂല, ഞാൻ ആ ഒരു ഡോക്ടർക്കും പോകില്ല, അങ്ങനെ പോകുന്നവർക്ക് നാളെ ഹിസാബില്ല. ഇതാണ് ഈ പറഞ്ഞതിനർത്ഥം. ഇത് തെറ്റാന്നല്ല പറഞ്ഞത്. കാരണം ഇത് ആരെ പറ്റി പറയാ? നരകത്ത് പോണവരെ പറ്റി, സ്വർഗത്ത് പോണവരെ പറ്റിയോ മാത്രമുള്ള കാര്യമാണ് ഇപ്പൊ അല്ല. സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ പോകുന്നവർ, VVIP-കൾ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗം വന്നപ്പോൾ ചോദിച്ചു, യാ സിദ്ദീഖ് ഹൽ റആക തബീബ്, നിങ്ങൾ ഡോക്ടറെ കണ്ടോ സിദ്ദീഖ് എന്നവരെ? അവർ വഫാത്താകുന്ന രോഗം. ഒരു ഉദാഹരണം ഇതാണ്. വഫാത്താകാൻ പോവുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ആളുകൾ ചോദിച്ചു, സിദ്ദീഖ് എന്നവരെ നിങ്ങൾ ഡോക്ടറെ കണ്ടോ? ഹൽ റആക തബീബ്, ഡോക്ടർ നിങ്ങളെ വന്ന് കണ്ടോ? കാരണം പോയി കാണാൻ പറ്റില്ല. കൂടെ വന്ന ഒരാൾ ചോദിച്ചു, ഇങ്ങനെ കാണാൻ വന്ന ആൾ ചോദിച്ചു, ഡോക്ടറെ കണ്ടോ? ബല, കണ്ടിട്ടുണ്ട്. എന്തേ ഡോക്ടർ പറഞ്ഞത്? അസുഖം ശിഫയാവുന്നു. എന്തേ പറഞ്ഞത് ഡോക്ടർ? എന്റെ ഡോക്ടർ പറഞ്ഞു, ഇന്നി ഫഅാലുൽ ലിമാ ഉരീദ്, എന്തൊക്കെയാണോ ഞാൻ
നിർദ്ദേശിക്കുന്നത് അതൊക്കെ ഞാൻ നിന്നിൽ ചെയ്യും കേട്ടോ എന്ന് എന്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു. അള്ളാഹിനെ പറ്റിയാണ് പറയണതേ. ഒരു ഡോക്ടറെയും കണ്ടിട്ടില്ല സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിനൊക്കെ ധൈര്യമുള്ളവരെ പറ്റി പറയണത്. നമ്മൾ ഡോക്ടർ രോഗം വന്നാൽ ചികിത്സിക്കണം എന്നാണ്. യാ അള്ളാഹ്, അത് മാത്രം കേട്ട് ഇനി മൂത്രമൊഴിക്കാൻ പോയാൽ ബാക്കി കേൾക്കൂല. നിങ്ങൾ അള്ളാഹിന്റെ അടിമകളെ രോഗം വന്നാൽ ചികിത്സിച്ചേക്കണം കേട്ടോ. രോഗം വന്നാൽ ചികിത്സിക്കണം. ഏത് രോഗത്തിനും മരുന്ന് വെച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടുപിടിക്കേണ്ടിയിരുന്നു മാത്രം. അപ്പോ രോഗം വന്നാൽ ചികിത്സിച്ചോളൂ. പക്ഷേ എനിക്ക് ചികിത്സയുടെ ഒരു കാരണവും വേണ്ട. ഒന്ന് മന്ത്രിച്ചോദിത്തരൂ എന്ന് പോലും അവർ ചോദിക്കൂല. അങ്ങനത്തെ ആളുകൾ നാളെ സ്വർഗത്തിൽ പോകുന്നത് വിചാരണ പോലും ഇല്ലാതെയാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിലേക്ക് അവർ തവക്കുലാക്കിയ ആളുകളല്ലേ. ഹദീസിന്റെ അവസാന ഭാഗം എന്താണ് ഇതിന്റെ ആശയം എന്നായി പറയുന്നത്? വഅലാ റബ്ബിഹിം യതവക്കൽ. ഇങ്ങനെ തവക്കുലുള്ള ആളുകൾ, അതിന് പറ്റുന്നവർ ചെയ്താൽ മതി, അത്രക്ക് ധൈര്യമുള്ളവർ ചെയ്താൽ മതി. അല്ലാത്തവർ പോയി ചികിത്സിച്ചേക്കണം. നമുക്ക് ചികിത്സിക്കൽ സുന്നത്തുമാണ്. പക്ഷെ ഇങ്ങനത്തെ VIP ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഹബീബിന്റെ സ്വഹാബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 30 വർഷം രോഗത്തിൽ കിടന്ന സ്വഹാബിയാണ്. 30 കൊല്ലത്തിനിടക്ക് പടച്ചോനെ എനിക്കൊന്ന് ശിഫ തരണമെന്ന് ചോദിച്ചിട്ടില്ല. എനിക്ക് ശിഫയാക്കി താ റബ്ബേ. പക്ഷേ ചികിത്സിച്ച സ്വഹാബികളല്ലേ, എല്ലാവരും ചികിത്സിച്ചവരാ. പക്ഷെ ഇങ്ങനെ ചില VVIPകൾ സ്വഹാബത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇവരെ പറ്റിയൊക്കെ ഇതൊന്നും അധികമല്ല. 70,000. ഈ ഉമ്മത്തിന് മൊത്തം കിട്ടൽ 70,000. അങ്ങനത്തെ VVIPകളുണ്ട്. അവർ ഹിസാബില്ലാതെ പോകുന്നവരാണ്. അതിനർത്ഥം മന്ത്രിച്ചു എഴുതാൻ പാടില്ല എന്നല്ല, ഇവരുടെ ഗുണം പറയാൻ വേണ്ടി പറഞ്ഞ ഭാഗമാണിത്. സുബ്ഹാനല്ലാഹ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. മന്ത്രി ചോദിച്ചു വാങ്ങിക്കുക ഉസ്താദുമാരോടോ സയ്യിദന്മാരോ ആലിമീങ്ങളോടോ. ഇത് രോഗത്തിന് ശിഫാഇന് കാരണമാണ്. ഇത് പൈസക്ക് ചെയ്യാൻ പാടില്ല. അതാണ് ഊതിത്തരാം, പക്ഷെ പൈസ തരണം, അത് കള്ളത്തരാ, അത് ചെയ്യരുത്. മുഅ്മിനീങ്ങളോട് എന്ത് ചെയ്യുക? റഹ്മത്ത് തോന്നിയിട്ട്, മുഅ്മിനീങ്ങളോട് ഷഫഖത്ത് തോന്നിയിട്ട്, യാ അല്ലാഹ് ഇയാളുടെ പ്രയാസം നീക്കി കൊടുക്കണേ പടച്ചവനെ എന്ന് ചിന്തിച്ചിട്ടാണ് ഓരോരുത്തരും ചെയ്തു കൊടുക്കേണ്ടത്. എനിക്കൊരു പനിയുണ്ട്, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുക, ഒന്ന് എനിക്ക് റുഖിയ ചെയ്തു തരീൻ, എനിക്കൊന്ന് മന്ത്രിച്ചൂതി തരീൻ. 7 പ്രാവശ്യം ഫാത്തിഹ ഓതിയിട്ട് എന്റെ തലയിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾ ഊതിച്ചു തന്നാൽ അത് ഷിഫാഇന്റെ ഒരു കാരണമാണ്. അള്ളാഹ് ഷിഫയാക്കി തന്നേക്കും. മരുന്ന് കുടിക്കൽ വേറൊരു ഷിഫയാണ്. അലോപ്പതി കഴിച്ചോ അത് വേറെ ഷിഫയാണ്. പച്ചമരുന്ന് കുടിച്ചു അത് ഷിഫാഇന്റെ കാരണമാണ്. ഹോമിയോപ്പതി അത് വേറൊരു കാരണമാണ്. പച്ചമരുന്ന് അത് വേറൊരു കാരണമാണ്. റുഖിയ ശർഇയ്യ ഇതും ഒരു കാരണമാണ്. അങ്ങനെയാണ്. ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്ന നിർദ്ദേശിക്കുന്ന ഡോക്ടർമാരോട് പോയിട്ട് ഞാൻ ഇപ്പോൾ ഹോമിയോ കഴിക്കുന്നുണ്ടെന്നാണ് അവർ ചിലപ്പോൾ ദേഷ്യപ്പെടും. അങ്ങനെ ഹോമിയോയിൽ ഒരു കാരണമില്ല എന്ന് ഒരു പറയാം. ഹോമിയോക്കാരനോട് ചെന്നിട്ട് ഞാൻ ഇംഗ്ലീഷ് മരുന്ന് നിങ്ങൾ അതൊക്കെ ഉപേക്ഷിച്ച് ഇതിനൊരു കുഴപ്പമില്ല, ഇത് രണ്ടും ഉപേക്ഷിച്ച് നമ്മൾ ആര്യവൈദ്യശാലയിൽ പോയി ശരിയാണ് ഓല് പറയും അതൊക്കെ നിങ്ങൾ ഇതാണ് കുടിച്ചോളി എന്ന് പറയും. അതൊക്കെ വല്ല വയനാട്ടൊരു പച്ചമരുന്നുകാരുണ്ട്, അവിടെ ചെന്ന് നിങ്ങൾ ഇതൊന്നും ആവശ്യം ഞാൻ ഈ തരുന്ന ഇത് കുത്തി കലക്കി കുടിച്ചാൽ മതി. അന്ന് ഒരു ഉസ്താദ് ഒന്ന് മന്ത്രിച്ചു തന്നു, ഇത് മതി, എനിക്കൊന്നും വേണ്ട. ഇതൊക്കെ ഷിഫാഇന്റെ കാരണങ്ങളാണ്. ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? അതൊക്കെ കാരണമാ. ഒരാൾക്ക് കിട്ടുന്ന ഷിഫ ഏത് രീതിയിലാണ് അള്ളാഹുവിനെ അറിയുള്ളൂ. ഷിഫാഇന്റെ മാർഗങ്ങളൊക്കെ തേടിയേക്കണം. അത്ര ഈ ഹദീസിന് അർത്ഥമുള്ളൂ. എന്നല്ലാതെ മന്ത്രിച്ചൂതാൻ പാടില്ല എന്നൊക്കെ ഇത് വെച്ചിട്ട് അർത്ഥം പറയാറുണ്ട്. ഇത് അതിനെപ്പറ്റി പറഞ്ഞ ഹദീസല്ല. സ്വർഗത്തിലേക്ക് ഹിസാബില്ലാതെ പോകുന്നവരെ പറ്റി പറയുന്നത്. അത്രക്ക് അള്ളാഹുവിൽ തവക്കലുള്ളവർ. അത്ര ഞാൻ എൻ്റെ റബ്ബിനെ ഏൽപ്പിച്ചു. അടുത്തത് അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്നഹ്. അല്ലാഹു പൊരുത്തപ്പെടുന്ന ഒരു ഹജ്ജ് ചെയ്താൽ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു ഹജ്ജ്, അല്ലാഹു ഖബൂലാക്കുന്ന ഒരു ഹജ്ജിന് സ്വർഗ്ഗമല്ലാതെ പ്രതിഫലമില്ലെന്ന് ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്നഹ്. ഈ വർഷം ആരൊക്കെ ഹജ്ജിന് പോകാൻ നിയ്യത്ത് ചെയ്തിട്ടുണ്ടോ, അടുത്ത വർഷങ്ങളിൽ നിയ്യത്ത് ചെയ്തിട്ടുണ്ടോ, അവർക്കെല്ലാം അല്ലാഹു തആല എളുപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമുക്കെല്ലാം അല്ലാഹു തആല ജീവിതത്തിൽ ഒരു ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യമെങ്കിലും റബ്ബ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ അൽ മുത്തസിഫൂന ബിൽ അദ്ലി, നീതിമാന്മാർ, നീതി ചെയ്യുന്നവർ. ഇന്നൽ മുഖ്സിതീന ഇൻദല്ലാഹി അലാ മനാബിറ മിൻ നൂർ. സഹീഹ് മുസ്ലിം വന്നിട്ടുള്ള ഹദീസ്, റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. ഇന്നൽ മുഖ്സിതീന, നീതി ചെയ്യുന്ന ആളുകൾ, ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത്, അലാ മനാബിറ മിൻ നൂരിൻ, പ്രകാശത്തിന്റെ മിമ്പറുകളിലാണ് ഇരിക്കുന്നത്. നീതി ചെയ്യുന്നവർ
ആരോടും അനീതി ചെയ്യാതിരിക്കുക. അർഹിക്കുന്നത് അർഹിക്കുന്നവർക്ക് കൊടുക്കുകയും മാന്യമായിട്ട് പെരുമാറുകയും ചെയ്യുന്നവരാണ് അദ്ൽ ചെയ്യുന്നവർ. അദ്ൽ يعدلوا لا يجرمنكم شنآن قوم على ألا تعدلوا يعدلوا هو أقرب للتقوى. നീതി ചെയ്യാം. അതൊക്കെ ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങൾ ലഭിക്കുന്ന ആളുകൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അൻ യമീനിർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ വലതുവശത്തായിരിക്കും ആ മിമ്പറുകൾ, പ്രകാശത്തിൻ്റെത്. വകിൽതാ യദൈഹി യമീൻ, അല്ലാഹുവിൻ്റെത് രണ്ടും വലതുവശങ്ങൾ തന്നെ. അല്ലാഹുവിന്റെ വലത് ഇടത് എന്ന വശങ്ങളില്ല. കിൽതാ യദൈഹി യമീൻ, അല്ലാഹുവിൻ്റെതെല്ലാം യമീൻ തന്നെ, എല്ലാം വലതു തന്നെ. ഹദീസ് വായിക്കുമ്പോൾ നമ്മൾ അതിന്റെ ആന്ത്രോപ്രമോഫിക് രീതിയിൽ ചിന്തിക്കരുത്, ഒരു മനുഷ്യന്റെ അവസ്ഥയിലേക്ക് അതിനെ ചിന്തിക്കരുത്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ രണ്ട് ജാനിബുകൾ, രണ്ട് വശങ്ങളെയാണ് അത് ഉദ്ദേശിക്കുന്നത്. അല്ലദീന, ആരാണിവർ? യഅദിലൂന ഫീ ഹുക്മിഹിം, വിധി പറയുമ്പോൾ നീതി ചെയ്യുന്നവർ. വഅഹ്ലീഹിം, അവരുടെ വീട്ടുകാരുടെ വിഷയത്തിൽ നീതി ചെയ്യുന്നവർ. വമാ ഹുല്ലൂ, അവരെന്തെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ നീതി ചെയ്യുന്നവർ. വിഷയത്തിലൊക്കെ വിധി കൽപ്പിക്കാൻ വേണ്ടിയുള്ള വിഷയങ്ങളൊക്കെ ഇവർ മധ്യസ്ഥന്മാരുണ്ടല്ലോ, ഇവർ നീതി ചെയ്യേണ്ടവരാണ്. അവർ ബ്രൈബ് വാങ്ങിയിട്ട് കൈക്കൂലി വാങ്ങിയിട്ട് നീതിയെ മലിനപ്പെടുത്തേണ്ടവരല്ല. അവർ നീതി ചെയ്താൽ അവർക്ക് സ്വർഗത്തിൽ പോകാം. കുറെ ജഡ്ജിമാർക്കുള്ള വശമായിപ്പോ അവർക്കും സ്വർഗം കിട്ടാനുള്ള വഴിയായി. ഇനി പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏത് പച്ച പാവപ്പെട്ട ആൾക്ക് പോലും സ്വർഗം വാങ്ങിച്ചു കൊടുക്കുന്ന പോലെ പഠിപ്പിച്ചു തരികയാണ്. അഹ്ലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പോകുന്നവർ, ദൂ സുൽത്താനിൻ മുഖ്സിതിൻ, നീതിയോടെ ഭരണം നടത്തുന്ന ഭരണാധികാരി, മുതസദ്ദിഖിൻ മുവഫഖിൻ, ദാനം ചെയ്യുന്നവർ, വറജുലുൻ റഹീമുൻ, കരുണയുള്ള ഹൃദയമുള്ള ഒരു മനുഷ്യൻ, റഖീഖുൽ ഖൽബി, ഹൃദയത്തിൽ ലോലതയുള്ള ആൾ, ലികുല്ലി ദി ഖുർബാ വ മുസ്ലിമിൻ, തന്റെ ബന്ധുക്കളോടും മുസ്ലിമീങ്ങളോടും ഹൃദയത്തിൽ ഒരു അലിവ് തോന്നുന്ന ഏതൊരു മനുഷ്യനും അഹ്ലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പോകുന്നവനാണ്. കഴിഞ്ഞില്ല, വഅഫീഫുൻ മുതഅഫിഫുൻ ദൂ ഇയാലിൻ, ഒരുപാട് മക്കളുണ്ടായിട്ട് പോലും ആരോടും കൈനീട്ടി ചോദിക്കുകയോ, കൈനീട്ടി ചോദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പിരിവ് നടത്താന്നൊക്കെ പറയില്ലേ, ഒരാളോട് ചെന്നിട്ട് എന്റെ കുട്ടിനെ കെട്ടിക്കാൻ എനിക്ക് വല്ലതും തരിൻ എന്ന് ചോദിക്കാത്ത മക്കളുള്ള, ഒരുപാട് മക്കളുള്ള ആൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് തോന്നും ചോദിച്ചില്ലെങ്കിൽ കിട്ടൂലല്ലോ. അള്ളാഹു കണക്കാക്കിയാൽ കിട്ടും. മനുഷ്യന്മാർ ഇതിനൊക്കെ പരിധിണ്ടാവും. അള്ളാഹു ഏതൊക്കെ വഴിക്കാണ് നമ്മുടെ റിസ്ക് തരിക എന്ന് റബ്ബിനെ അറിയുള്ളൂ. ഒരുപാട് മക്കളുള്ള ഒരു മനുഷ്യൻ, അഫീഫുൻ മുതഅഫിഫ്, അയാൾ ഒരു തിന്മക്കും പോകുന്നില്ല, ഒരു മോഷണത്തിനും പോകുന്നില്ല, ആരോടും കൈനീട്ടി ചോദിക്കാനും പോകില്ല. അങ്ങനത്തെ പാവപ്പെട്ടവർ, അവരൊക്കെ ജനങ്ങൾ കൂടി സഹായിച്ചു എന്ന് വിചാരിക്കുക, വളരെ കൂലുള്ള കാര്യം. അവരായിട്ട് ചോദിക്കൂല, എനിക്ക് സഹായം വേണം കേട്ടോ എന്നൊക്കെ. ഇത്തരം വിഷയങ്ങളൊക്കെ ഇതൊക്കെ ഇപ്പോൾ ഉസ്താദന്മാരോടൊക്കെ പറയേണ്ട വേദാണ്. ഏറ്റവും കൂടുതൽ തവക്കുലും അള്ളാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്ത് അള്ളാഹുവിലേക്ക് തവക്കുലാക്കേണ്ട ആളുകളാണ് ആലിമീങ്ങൾ. പക്ഷെ എന്തപ്പോൾ ചെയ്യുക? ഏറ്റവും കൂടുതൽ പിരിവ് നടക്കുന്നതും വരുന്നതും പോകുന്നതും അതൊക്കെ അവർ മനസ്സിലാക്കുക. നമ്മുടെ അടുത്ത് അന്വേഷിച്ച് വന്നാൽ നമ്മൾ സഹായിക്കാൻ കടപ്പെട്ടവരാണ്. പക്ഷേ അള്ളാഹുലേക്ക് തവക്കുലാക്കിയിരുന്നാൽ സ്വർഗം കിട്ടാനുള്ള വഴി അള്ളാഹു എളുപ്പാക്കി കൊടുക്കുകയും ചെയ്യും. ഈ വിഷയങ്ങളൊക്കെ അള്ളാഹു എളുപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പോൾ ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ വിഷയങ്ങൾക്ക് ആരോടും ചോദിക്കേണ്ട, അതൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹു എന്നീ വിഷയത്തെ എനിക്ക് വഴി കാണിച്ചു തരണേ. അപ്പൊ ചില ആളുകൾ നമ്മളറിയാതെ, ആ മനുഷ്യനറിയാതെ ആ വിഷയത്തിലേക്ക് സഹായങ്ങൾ വരും. നമ്മൾ ചോദിക്കരുത്, ഇതാണ് വിഷയം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതാണ്. ഇസ്ഹദ് ഫി ദുനിയ യുഹിബ്ബുകല്ലാഹ്, ഇസ്ഹദ് ഫീമാ ഇൻദന്നാസ് യുഹിബ്ബുകന്നാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ജനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാവാൻ ബോധ്യമുണ്ടോ? അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാവാൻ ആഗ്രഹമുണ്ടോ? രണ്ട് കാര്യം ചെയ്താൽ മതി. ഒന്ന്, ഇസ്ഹദ് ഫി ദുനിയ, ഈ ദുനിയാവിനെ മനസ്സിൽ നിന്ന് വിട്ടേക്ക്, ഈ ദുനിയാവിൽ പരിത്യാഗം ചെയ്തേക്ക്, അള്ളാഹുവിന് ഇഷ്ടമാകും. വസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ജനങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടണം എന്ന് നീ ചിന്തിക്കാതിരിക്കുക. ജനങ്ങൾ എനിക്ക് തരണം ഇത് നീയത്ത് വെച്ച് നടക്കല്ല.
ഇസ്ഹദ് ഫീമാ ഇൻദി, എനിക്ക് എൻ്റെ റബ്ബ് ഏതെങ്കിലും വഴി എനിക്ക് എളുപ്പാക്കി തരണം. ഇതാണ് നിന്റെ ചിന്ത. അള്ളാഹു മനുഷ്യരുടെ ഹൃദയത്തിൽ നിങ്ങളോട് സ്നേഹം ഉണ്ടാക്കി തന്നു. അങ്ങനെയാണ് അത് നമ്മളങ്ങ് ആലോചിച്ചാൽ മതി. നമ്മൾ പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ വളരെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ആ നാട്ടിലേക്ക് എത്തിയ ആദ്യത്തെ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ വന്ന് കണ്ടുപോകുന്നത് ഭയങ്കര വളവന്മാരാണ്. അവർക്കറിയാം അത് കഴിഞ്ഞ കായൊക്കെ തീരാൻ പോവാണ്. അതെന്തെങ്കിലും പറഞ്ഞിട്ട് അത് ഇത് എന്നൊക്കെ അവരുടെ ആവശ്യങ്ങളില്ല. അത് എല്ലാ പ്രവാസികളോടും പോയിട്ട് ഇവർ പറയുന്നുണ്ടാവും ഇതൊക്കെയാണ് വിഷയം എന്നൊക്കെ. കെട്ടിച്ച കുട്ടിനെ തന്നെ പിന്നെ കെട്ടിക്കുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ്. ഇതിങ്ങനെ പറഞ്ഞു നടക്കല. ഇവർക്ക് ദാരിദ്ര്യം അല്ലാഹു വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർ കാലാകാലം മരിക്കോളത് പറഞ്ഞു നടക്കാൻ വേണ്ടി വരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അവർ ഈ ജനങ്ങളുടെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടണം, ഇവന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടണം, ഇത് ചിന്തിച്ച് നടക്കുന്നവരാ. അവരെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ അല്ലാഹു ഇട്ടുതരുന്നത് വെറുപ്പാണ്. നേരെ മറിച്ച് പാവപ്പെട്ട ഒരാളാണ്, ഒന്നും ഇതെക്കാലം വരെ ചോദിച്ചിട്ടില്ല. യാ അല്ലാഹ്, ഇപ്രാവശ്യം അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം, നമ്മുടെ മനസ്സിൽ അല്ലാഹു തോന്നിപ്പിക്കും. അക്കാലം വരെ അത്രയും പ്രയാസമുണ്ട് നമ്മുടെ അയൽവക്കത്ത്, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ബന്ധുവിന്റെ അയൽവക്കത്ത്. അല്ലാഹ്, നമ്മൾ ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഒരിക്കൽ പോലും അവർ വന്ന് ചോദിച്ചിട്ടില്ലല്ലോ. അവർക്ക് വല്ലതും കൊടുക്കണം. അത് സന്തോഷത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. മറ്റേത് കൊടുക്കുന്നത് വെറുപ്പോടുകൂടിയാണ്. വെറുപ്പ് തോന്നാൻ പാടില്ലത് മറ്റൊരു വിഷയം. പക്ഷെ ജനങ്ങൾ വെറുക്കും. എങ്ങനെ? തരണം തരണം എന്ന് ചോദിക്കുന്നവരോട് ജനങ്ങൾക്ക് ഇഷ്ടമില്ല. ഇത് അല്ലാഹുവിന്റെ ഒരു സംവിധാനമാണ് ലോകത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി പറയുന്നത് അത്ഭുതകരമായ, നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അൽ ഖിയാമു ബിതർബിയതി വഇആലതിൽ ബനാതി വൽ അഖവാത്. പെങ്ങന്മാരെ സംരക്ഷിക്കുകയും പെൺമക്കളെ സംരക്ഷിക്കുകയും അവരെ വളർത്തുകയും പെൺമക്കളെ വളർത്തുകയും സഹോദരിമാരെ വളർത്തുകയും അവരെ പരിപാലിക്കുകയും ചെയ്യുന്ന, അവർക്ക് നന്മ ചെയ്യുന്ന ആളിന് അല്ലാഹുവിന്റെ സ്വർഗമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാസികളായ മുഴുവൻ വലിയൊരു ശതമാനം ആളുകൾ കഷ്ടപ്പെടുന്നത് പെങ്ങളെ കെട്ടിക്കാൻ അല്ലേ. എത്ര കൊല്ലായി, 15-20 കൊല്ലായി 5 സെന്റ് വാങ്ങിച്ചിട്ടില്ല ഉസ്താദേ, ഒന്നുമില്ല കയ്യിൽ. പക്ഷേ 4-5 പെങ്ങന്മാരുണ്ട്, ഓലൊക്കെ കെട്ടിച്ചയച്ചു, അന്തസ്സിൽ ജീവിക്കുന്നു. അൽഹംദുലില്ലാ, ഒരു സമ്പാദ്യമില്ല. എത്ര ആളുകളുണ്ട് അങ്ങനെ. ഈ സദസ്സിൽ എത്ര പേരുണ്ടാവും? ചെറുപ്പക്കാരുടെ എത്ര ആളുകളുടെ ടെൻഷൻ അതാണ്. പെങ്ങൾക്കൊരു കല്യാണം വേണം, പെങ്ങളൊന്ന് കല്യാണം കഴിച്ചയക്കണം. ഇതിനു വേണ്ടി ത്യാഗം ചെയ്തു. ഒരു സമ്പാദ്യം ഉണ്ടായിട്ടില്ല എന്ന് പറയല്ല, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് സമ്പാദ്യം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ സ്വർഗത്തിലേക്ക് സമ്പാദ്യം ഉണ്ടാക്കി. പെൺമക്കളെ പോച്ചു വളർത്തുന്നവർ, ഇവരെ വളർത്തി പെൺമക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുത്തു, അവരെ അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം നല്ലൊരു നിക്കാഹ് ചെയ്തു കൊടുത്തവരെ പറഞ്ഞയച്ചു. അതുവരെ പെൺമക്കളെ നമ്മുടെ ബാധ്യതയുള്ളൂ. പിന്നെ ഭർത്താവായി. സുബ്ഹാനല്ലാഹ്. ആൺമക്കളെ പറ്റി ഇതൊന്നും പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ ഉപ്പായിട്ട് ഇരിക്കാൻ തന്നെയുള്ളൂ. നമ്മളെ വളർത്തിനൊന്നും വാപ്പാർക്ക് സ്വർഗം കൊടുത്തിട്ടില്ല, വാഗ്ദാനം ചെയ്തിട്ടില്ല അല്ലാഹു തആല. പെൺമക്കളെ വളർത്തിയാൽ കിട്ടുന്ന. സുബ്ഹാനല്ലാഹ്. ഹദീസ് പറയട്ടെ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കുന്ന ലഹു 3 ബനാതിൻ, ആർക്കെങ്കിലും 3 പെൺമക്കളുണ്ടെങ്കിൽ, നമ്മുടെ പെണ്ണുങ്ങളൊക്കെ തന്നെ കേൾക്കേണ്ടത്, 3 പെൺമക്കളുണ്ടെങ്കിൽ, യുവീഹിന്ന വയർഹമുഹുന്ന വയക്ഫുലുഹുന്ന, യുവീഹിന്ന, ആ 3 പെൺകുട്ടികൾക്കും അഭയം കൊടുക്കുന്ന ഒരു വാപ്പാക്ക്, വയർഹമുഹുന്ന, അവരോട് റഹ്മത്ത് ചെയ്യുന്ന വാപ്പാക്ക്, വയക്ഫുലുഹുന്ന, അവരെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പിതാവിന്, വജബത് ലഹുൽ ജന്നതു അൽബത്ത, സ്വർഗ്ഗം അയാൾക്ക് ഉറപ്പാണ് ഉറപ്പാണ് എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൊന്നാര പെണ്ണെ, നിന്റെ സഹോദരിയായ കൂട്ടുകാരിക്ക് 3ാമതൊരു പെൺകുട്ടി ജനിച്ചാൽ പിന്നെ നീ എന്തിനാ ചോദിക്കുന്നത്? 3ാമത്തതും പെണ്ണാണോ? നീയാണോ തീരുമാനിച്ചത്? നീ പെണ്ണല്ലേ, നിന്റെ ഉമ്മ പെണ്ണല്ലേ സഹോദരി? നിനക്ക് നിന്റെ കൂട്ടുകാരിക്ക് 3ാമതൊരു പെണ്ണിനെ കൊടുത്തത്, ഈ മക്കളെ നോക്കിയാൽ ആ ഉമ്മാക്കും വാപ്പാക്കും സ്വർഗം കൊടുക്കാൻ അല്ലാഹു ലക്ഷ്യമുണ്ടെങ്കിലോ? എന്താണ് ഈ ചോദ്യമൊക്കെ? പെണ്ണ് പ്രസവിച്ച മബ്റൂക്ക് മാഷാ അല്ലാഹ്, പക്ഷെ ഒരു എന്ന മാഷാ അല്ലാഹ് അല്ലേ. ആൺകുട്ടി എണിച്ച പെട്ടെന്ന് പറയും, സാധേ കുട്ടി എണിച്ചിട്ടുണ്ട് കേട്ടോ, ആൺകുട്ടിയാണ്, സാധേ കുട്ടി എണിച്ചിട്ടുണ്ട്, ഇന്നലെ ഇരുന്ന് പ്രസവം, പിന്നെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഉള്ളത്. അല്ല, കുട്ടിപ്പം എന്താന്ന് വരെ പറഞ്ഞിട്ടില്ല, പെൺകുട്ടിയാണ്. ഇതൊക്കെ നമ്മുടെ മെന്റാലിറ്റിയാണ്. നമ്മൾ പ്രസവിക്കുമ്പോൾ ആലോചിക്കുന്നത് കല്യാണം കഴിച്ചണമെന്നാ.
കെട്ടിച്ചേക്കുമ്പോൾ പൊന്നു കൊടുക്കണമല്ലോ. പൊന്നു സഹോദരന്മാരെ, എന്തെവിടെ എത്തി നമ്മുടെ കൊച്ചു മക്കളോട് പോലും നമ്മൾ ഈ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയാൽ സ്വർഗത്തിലേക്കുള്ള താക്കോല് കയ്യിൽ തരികയാണ് അല്ലാഹു. ഈ 3 മക്കളെ നീ നോക്കി വളർത്തിയാൽ നിനക്ക് സ്വർഗം ഉറപ്പാണ്. 5 ആൺകുട്ടികൾ ഉണ്ടായിട്ട് സ്വർഗം തരാമെന്ന് റസൂലിന്റെ വാഗ്ദാനമില്ല. അതാണ് അത്ഭുതം. 3. അപ്പൊ ഒരു സ്വഹാബി ചോദിച്ചു, 2 പെൺകുട്ടികളുണ്ട് എനിക്ക്, അവരെ നോക്കി വളർത്തിയാൽ എനിക്ക് സ്വർഗമുണ്ടോ? തങ്ങൾ പറഞ്ഞു, 2 പെൺകുട്ടികളെ നോക്കി വളർത്തിയാലും അയാൾക്ക് സ്വർഗമുണ്ട്. അവ 2 ഉണ്ടായാലും മതി, 3 ഉണ്ടായാലും മതി. സുബ്ഹാനല്ലാഹ്. സ്വഹാബികൾ പറയാ, അവിടെ ആരും ചോദിച്ചില്ല. 1 ആയാലോ നബിയെ എന്ന് ചോദിച്ചാൽ അതും മദീന തങ്ങൾ പറയുമായിരുന്നു. പക്ഷെ ഞങ്ങൾ ആരും ചോദിച്ചില്ല അന്ന് എന്ന് പറഞ്ഞു ഈ സ്വഹാബി. സുബ്ഹാനല്ലാഹ്. ഫറഅൽ ഖൗമു അല്ലൗ ഖാല വാഹിദ ലഖാല വാഹിദ. ഒരു പെൺകുട്ടിയാണെങ്കിലും മതി എന്ന് നബി പറയും എന്നൊക്കെ ഞങ്ങൾക്ക് തോന്നി. പക്ഷെ അവിടെ ആരും ചോദിച്ചില്ല. 2 എന്ന് പറഞ്ഞു കൊടുത്തു നബി തങ്ങൾ. 2 മതി. 2 പെങ്ങന്മാരെ നോക്കിയാൽ, 2 പെൺമക്കളെ നോക്കിയാൽ സ്വർഗമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറയല്ലേ. ഈ പെങ്ങന്മാരെന്ന് എവിടുന്ന് കിട്ടി? അടുത്ത ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൈസ അഹദും മിൻ ഉമ്മതി യഊലു 3 ബനാതിൻ ഔ 3 അഖവാതിൻ. എന്റെ ഉമ്മത്തികളിൽ 3 പെൺമക്കളെയോ 3 സഹോദരിമാരെയോ ആരെങ്കിലും ഫയുഹ്സിനു ഇലൈഹിന്ന, അവർക്ക് ചെലവ് കൊടുക്കുകയും അവർക്ക് നന്മ ചെയ്യുകയും ചെയ്താൽ, നന്മ ചെയ്തു, അവളെ കെട്ടിക്കാനുള്ള മുഴുവൻ ചെലവും ആങ്ങളയുടെ വകയാണ്, ഇക്കായുടെ വകയാണ്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒടുക്കാനും മറന്നു വരും. ആയിക്കോട്ടെ, അല്ലാഹ് നിങ്ങളെ മറക്കൂല. നിങ്ങൾ ഇത്രയും കാലം അവരെ കല്യാണം കഴിച്ചേക്കാനാ കഷ്ടപ്പെട്ടത്. എന്നാലും കല്യാണം കഴിഞ്ഞു ഉഷാറായിട്ട് ജീവിക്കുകയാണ്. പിന്നെയും ചോദിക്കും, എന്റെ കാക്കാർക്ക് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. യാ പടച്ചോനെ, പെണ്ണെതിനെ കെട്ടിച്ചതിന്റെ കാക്കല്ലേ, അത് മറന്നിട്ടുണ്ടാവും പെണ്ണ്. പക്ഷെ അല്ലാഹു മറക്കൂല. 3 പെങ്ങന്മാരോ 3 പെൺകുട്ടികളോ ഉണ്ടെങ്കിൽ ഇവർ നരകത്തിൽ നിന്ന് ഇയാൾക്ക് മറയാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെൺകുട്ടികളെ തരണേ എന്നാണ് ദ്വാരനയ്ക്ക് മുഅ്മിനീങ്ങളെ. അവിടെയാണ് അതിന് കഷ്ടപ്പാടുണ്ടായിരിക്കാം, അതിനെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ സ്വർഗം കിട്ടുമെന്ന് ഉറപ്പാണ്. അല്ലാത്തൊന്നും ഉറപ്പില്ല. 3 പെൺകുട്ടിയുള്ളവർ ഹനീഅൻ മബ്റൂക്ക് എന്ന് പറയണമെന്നാ. എങ്ങനെ സ്വർഗം ഉറപ്പ്? ഇവരങ്ങ് നോക്കി വളർത്തിയാൽ സ്വർഗമാണ്. സുബ്ഹാനല്ലാഹ്. ഇതില് യഊലുഹുന്ന വയുവീഹിന്ന വയർഹമുഹുന്ന. നമ്മൾ പെൺമക്കൾ എന്ന് ആലോചിക്കുമ്പോഴേക്ക് അവരെ കൊണ്ടുണ്ടാകുന്ന ചെലവുകൾ ഇങ്ങനെ ആലോചിച്ചിട്ട് മുഖാകെ ഹർബാനായി നിൽക്കുകയാണ് അല്ലേ? അതല്ലേ നമ്മൾ പറയാം. ഒക്കെ ചെലവാണല്ലോ. ജനിച്ചപ്പോൾ ചെലവ്, സ്വർണം വാങ്ങണം, അപ്പൊ ചെലവ്, പിന്നെ വേറൊരു ചെലവ്, പിന്നെ എന്തൊക്കെയോ കല്യാണത്തിന് മുമ്പ് തന്നെ കുറെ ചെലവ്. ഈ ചെലവൊക്കെ തലയിൽ വെച്ചിട്ടാണ് ഈ പെൺകുട്ടി എന്ന് പറയുമ്പോൾ അങ്ങനെ ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു പ്രത്യേകം ചാപ്റ്റർ തന്നെ വെച്ചിട്ടുണ്ട്. പെൺകുട്ടിയെക്കാളും ആൺകുട്ടി ജനിക്കുമ്പോൾ സ്നേഹമോ സന്തോഷമോ കൂടുതലാകുന്നത് ഗുരുതരമായ തെറ്റാണെന്ന് പറയാൻ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഈ ചെലവുകൾ വരുത്തിവെക്കല്ലേ? അതെല്ലാം ഇപ്പം ഇങ്ങനെ അതാഭാവം കാരണം. കല്യാണങ്ങളൊക്കെ എത്ര സിംപ്ലിഫൈ ചെയ്യണം, വെറുതെ ചെലവുണ്ടാക്കുക. പെൺകുട്ടികൾക്ക് പ്യൂബർട്ടി ആയിക്കഴിഞ്ഞാൽ ചെലവുണ്ട് എന്നൊക്കെ ഇപ്പോൾ ഞാൻ അറിഞ്ഞത്. പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ചില പ്രദേശത്തൊക്കെ എവിടെയെന്ന് അറിയില്ല. യാ പടച്ചോനെ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ പറ്റി പറയുന്നൊരു ഭാഗം, കാനു അക്തമലി കറാമാതിഹിം മിനൽ അദ്റാഇ ഫീ ഹൈദതിഹാ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അവർക്കുണ്ടാകുന്ന കറാമത്തുകൾ മറച്ചു വെക്കുമായിരുന്നു. എങ്ങനെ? പ്രായപൂർത്തിയായ പെണ്ണ് അവളുടെ ഹൈദ് മറച്ചു വെക്കണ പോലെ ഔലിയാക്കന്മാർ അവിടെ കറാമത്ത് വിളിച്ചു പറയൂല. അള്ളാഹു കൊടുക്കുന്ന പല അനുഭവങ്ങളും പറയൂല. എന്താണ് പറഞ്ഞ ഉദാഹരണം? പ്രായപൂർത്തിയായ പെണ്ണിന് പ്രായപൂർത്തിയായി എന്ന് ഉമ്മ ചിലപ്പോൾ അറിഞ്ഞെന്ന് വരും. ഉമ്മ മാത്രം അറിഞ്ഞാൽ മതി, വല്യമ്മാനോട് പറയേണ്ടത്. സമയമാകുമ്പോൾ പറഞ്ഞാൽ മതി. ഇത് വിളിച്ചറിച്ച് നാട്ടുകാരെ മുഴുവൻ കൊണ്ടുവന്നിട്ട് ആഭരണം എന്താ ഈ പറഞ്ഞതിനർത്ഥം? ഈ കുട്ടിക്ക് ഹൈദ് ഉണ്ടായിട്ടുണ്ടെന്ന് പച്ചയിൽ വിളിച്ചു പറയാം. ഇത് മൂടി വെക്കണമെന്ന് ശറഅ് പറയാം, നമ്മൾ ആഘോഷിക്കണമെന്ന് പറയാം. എന്താ നമ്മൾ ചെയ്യുന്നത്? ഇത് മൂടി വെക്കേണ്ട കാര്യമാണ്. ഇത് പുറത്തറിയിക്കാൻ പറ്റാത്ത കാര്യമാണ്. ആ കുഞ്ഞിന്റെ അഭിമാനമാണ്. ആ
കുഞ്ഞിന്റെ ഇസ്സത്താണിത്. അതും വെച്ചിട്ട് നമുക്ക് ആഘോഷിക്കണം. അപ്പളും വെക്കണം, ചോറ് വെച്ച് തിന്നണം. ചോറ് വെച്ച് തിന്നോ, ഈ കുഞ്ഞിന്റെ ഈ വിഷയം മിണ്ടിപ്പോവരുത്. ഇത് മൂടി വെക്കേണ്ട കാര്യമാണ്. ഇത് ആഘോഷിച്ച് പരസ്യപ്പെടുത്തേണ്ട സംഗതിയാണോ? ഇത് അദറാകൾ മറച്ചു വെക്കുന്ന സൽസ്വഭാവിയായ ഒരു പെണ്ണിന്റെ ലക്ഷണം പറഞ്ഞതാ, അവളുടെ ഹൈദിന്റെ അവസ്ഥ അവൾ മറച്ചു വെക്കുന്നവളാണ്. നമ്മള് പരസ്യാക്കുന്നവരാണ്. ഇതൊക്കെ ആലോചിച്ചിട്ട് പിന്നെ വരുന്നതാ കല്യാണം. അപ്പോഴും വേണം ചെലവ്. പിന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ചെലവോട് ചെലവ്. ഇതൊക്കെ ആലോചിച്ചിട്ട് അള്ളാഹുവിന്റെ ദാനങ്ങളായ പെൺമക്കളോട് നമ്മുടെ മനസ്സിൽ വെറുപ്പ് തോന്നരുത്. മുഅ്മിനെ കുറ്റകരമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവര് സ്വർഗമാണ്. നമ്മുടെ ഉമ്മ ഒരു പെണ്ണാണ്, നമ്മുടെ ഭാര്യ ഒരു പെണ്ണാണ്. ഉമ്മമാർ അവരുടെ കാലിന്റെ താഴെ സ്വർഗം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഒരുപാട് ആളുകൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ ഉമ്മമാര് വേണ്ടേ ഇവിടെ? അവരെ സേവിച്ചുകൊണ്ട് സ്വർഗം കിട്ടണ്ടേ ഈ കുട്ടികൾക്ക്? അതിന് അല്ലാഹു നിശ്ചയിച്ച് ഒരു ഉമ്മാക്കും വാപ്പാക്കോ ഒരു ഭർത്താവിനോ ഭാര്യയ്ക്ക് പോലും ഇടപെടാൻ പറ്റാത്തതാണ് ആണോ പെണ്ണോ. ഇത് റബ്ബ് തീരുമാനിക്കുന്ന വിഷയ. ഗർഭാശയത്തിൽ ആ കുഞ്ഞ് വളർന്നു വന്നാൽ ഡോക്ടർക്ക് ജെൻഡർ പറഞ്ഞുതരാൻ പറ്റും. പക്ഷേ ഒരു ഡോക്ടർക്കും കുഞ്ഞിനെ ആണാക്കാനോ പെണ്ണാക്കാനോ പറ്റൂല. ഇത് അല്ലാഹു ചെയ്യുന്ന പണിയാണ്. റബ്ബ് യഹബു ലിമൻ യശാഉ ഇനാഥ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പെൺകുട്ടികളെ കൊടുക്കും. വയഹബു ലിമൻ യശാഉ ദുഖൂറ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെ മാത്രം കൊടുക്കും. ഔ യുസവ്വിജുഹും ദുഖറാനൻ വ ഇനാഥ. ചിലർക്ക് ആണും കൊടുക്കും പെണ്ണും കൊടുക്കും. വയജഅലു മൻ യശാഉ അഖീമ. ചിലർക്ക് തീരെ പ്രസവിക്കാത്തവരായി അല്ലാഹു ചിലരെ മാറ്റുകയും ചെയ്യും. ഇതൊക്കെ റബ്ബിന്റെ അല്ലാഹുവിന്റെ തീരുമാനങ്ങളാണ്. സന്തോഷിക്കുക. മക്കൾ നല്ലവരായി വളരണമെന്നും അവരിൽ ഖൈറുണ്ടാവണമെന്നും അവരെ കൊണ്ട് സ്വർഗം കിട്ടണമെന്നും കൊതിച്ചിട്ട് ആ മക്കളെ സ്വീകരിക്കുക. ആണോ പെണ്ണോ ആകട്ടെ, യാ റബ്ബേ ഒരു കുഴപ്പമില്ലാതെ ഒരു പ്രയാസങ്ങളില്ലാതെ അസുഖങ്ങളില്ലാത്ത മക്കളെ തരണേ. ഇത്രയല്ലേ നമ്മൾ ചോദിക്കാവൂ? ബാക്കിയൊക്കെ അല്ലാഹുവല്ലേ തീരുമാനിക്കുന്നത്. അപ്പോ ശർഅ് പെൺകുട്ടികളുടെ ഒപ്പമാണ്. ശർഅ് അല്ലാഹു പെൺകുട്ടികളുടെ ഒപ്പമാണ്. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ അവരുടെ ഒപ്പമാണ്. യാ അല്ലാഹ്. അതുപോലെ കഫാ ബിഹാ ഫഖറ. ഇതുപോലെ അഭിമാനമായിട്ട് സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. ഒരൊറ്റ ഹദീസ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഖുദ്സിയായ ഹദീസാണ്, സ്വഹീഹും ഹസനുമായ ഹദീസ്. ഒരു കുഞ്ഞ് മരിച്ചാൽ സ്വർഗം കിട്ടും. കുഞ്ഞ് മരിച്ചു, അള്ളാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ്. ഒരു ഉമ്മാക്ക് എന്തൊരു പ്രയാസം ഉണ്ടാവും. യാ അല്ലാഹ്, ഇത്രയും നേരം ഗർഭം ചുമന്ന് നടന്ന് എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടല്ലോ. ആ വേദനയും വിഷമവും ഒരു ഉമ്മ അനുഭവിക്കുന്ന പോലെ വാപ്പാക്ക് അനുഭവിക്കാൻ പറ്റിക്കോണമെന്നില്ല. അള്ളാഹു തആല പറയുന്നു, നോക്കൂ, ഇദാ മാത വലദുൽ അബ്ദി, ഒരു മനുഷ്യന്റെ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ ഖാല അല്ലാഹു ലിമലായികതി, അല്ലാഹു മലക്കുകളോട് പറയും, ഒരു കുഞ്ഞ് മരിച്ചാൽ അത് ജനിച്ച കുഞ്ഞോ ജനിച്ച മാസങ്ങളായതോ പ്രായങ്ങളായതോ ആട്ടെ, കുട്ടി എന്ന് പറയുന്ന പ്രായത്തിൽ പ്രായപൂർത്തിയുടെ മുമ്പ് മരിച്ചുപോയാൽ ഖാല അല്ലാഹു ലിമലായികതി, മലക്കുകളോട് അല്ലാഹുവിന്റെ ചോദ്യം, ഖബൽതും വലദ അബ്ദി, എൻ്റെ അടിമയുടെ കുഞ്ഞിനെ നിങ്ങൾ പിടിച്ചോ? എന്റെ കുഞ്ഞ്, എന്റെ ഒരു അടിമയുടെ കുഞ്ഞിന്റെ റൂഹ് നിങ്ങൾ പിടിച്ചോ? നഅം, അല്ലാഹു ഞങ്ങൾ പിടിച്ചു, നിന്റെ തീരുമാനമായിരുന്നല്ലോ. ഖബൽതും സമറത ഫുആദിഹി, ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ കണ്ണിലുണ്ണിയെ നിങ്ങൾ, കണ്ണിലുണ്ണിയ ഹൃദയത്തിന്റെ കഷ്ണത്തെയാണോ നിങ്ങൾ പിടിച്ചത്? അതേ റബ്ബേ, അതാണല്ലോ നീ ഞങ്ങളെ ഏൽപ്പിച്ചത്. ആ റബ്ബേ, ഏറ്റവും വലിയ അത്ഭുതം, ഇതൊക്കെ അള്ളാഹു അറിഞ്ഞുകൊണ്ട് മലക്കുകളോട് പിന്നെയും ചോദിക്കുകയാണ്, മറുപടി കണ്ട് പറയിപ്പിക്കാൻ. എന്റെ അടിമ എന്താണ് പറഞ്ഞത്? കുഞ്ഞ് മരിച്ചപ്പോ എന്റെ അടിമ, ആ പെണ്ണ്, ആ പുരുഷൻ, പിതാവ്, മാതാവ് എന്താണ് പറഞ്ഞത്? ഫയഖൂലൂൻ, അവര് പറയും, ഹമിദക വസ്തർജഅ, അൽഹംദുലില്ലാഹ്, അള്ളാഹു ബാക്കി തന്നതും കൊണ്ടുപോയതിനും അള്ളാഹു സ്തുതി. വസ്തർജഅ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് പറഞ്ഞത്? കുട്ടി മരിച്ചോ? ഇന്നാ ലില്ലാഹ്, നമ്മളൊക്കെ അല്ലാഹുള്ളതല്ലേ. വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളൊക്കെ നമ്മുടെ റബ്ബിനെ കാണാൻ പോണ്ടേ. എൻ്റെ കുഞ്ഞു പോയി, നമ്മളൊക്കെ പോവും, കുഞ്ഞു പോയി, അള്ളാഹുവിനെ വേണ്ടി ഞാൻ ക്ഷമിച്ചു. ഇങ്ങനെ പറഞ്ഞാൽ അല്ലാഹു ജല്ല ജലാലു പറയും, ഇബ്നൂ ലിഅബ്ദി ബൈതൻ ഫിൽ ജന്ന, എന്റെ സ്വർഗ്ഗത്തിൽ ഒരു വീട് ഈ ആൾക്ക് നിങ്ങൾ പണിതു കൊടുക്കിൻ, ഈ ഉമ്മാക്കും വാപ്പാക്കും. വസമ്മൂഹു, അതിനൊരു വീടിന്റെ പേര് നിങ്ങൾ എഴുതി വെച്ചേക്കണം, ബൈത്തുൽ ഹംദി, അല്ലാഹുക്ക്
ഹംദ് ചൊല്ലിയ വീട് എന്ന് നിങ്ങൾ എഴുതണം. അതിന്റെ അർത്ഥം ഒരു മുസീബത്ത് വന്നപ്പോഴും അൽഹംദുലില്ലാ എന്ന് ചൊല്ലി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞതല്ലേ. ബൈത്തുൽ ഹംദ് എന്ന വീട് മക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന് വേണ്ടി ക്ഷമിച്ചാൽ ഈ കൂലി കിട്ടും. ഇവിടെ വിഷയം അപ്പാകെ നെഞ്ഞത്തടിച്ച് കരഞ്ഞ് ആകെ ബഹളം വെച്ച് ദിവസങ്ങളോളം ഊണ് ഉറക്കില്ലാതെ മുടിയഴിച്ചിട്ട് നടന്ന് പിന്നെ 2 മാസമൊക്കെ ആയപ്പോ അങ്ങ് നോർമലായി. അതിന് ഈ കൂലി കിട്ടൂല, അതിന് ഈ കൂലില്ല. സ്വബറ കൺട്രോൾ ചെയ്യുമോ? കരയും, പൊട്ടിക്കരഞ്ഞേക്കും. പക്ഷേ എൻ്റെ റബ്ബ് ഇങ്ങനെ ചെയ്തോ, എൻ്റെ പടച്ചോൻ ഇങ്ങനെ കാണിച്ചല്ലോ, എൻ്റെ കുഞ്ഞിനെ കൊണ്ടേയല്ലോ, ഇത് പറയാൻ പാടില്ല. എൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ്. വേണമെങ്കിൽ എന്നെ കൊണ്ടാകാം, എൻ്റെ മക്കളെ കൊണ്ടാകാം, ഭർത്താവിനെ കൊണ്ടുപോകാം, വാപ്പയെ കൊണ്ടുപോകാം. അള്ളാഹുവിനെ എൻ്റെ കുഞ്ഞിനെയാണ് ഇപ്പോൾ കൊണ്ടുപോയത്. ഹമിദക വസ്തറജാക. അള്ളാഹ് അങ്ങനെയൊക്കെ വലിയ ക്ഷമൊക്കെ ജീവിതത്തിൽ അത്തരം അനുഭവങ്ങൾ വരികയാണെങ്കിൽ അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. വലിയ വിഷമാണ്, പക്ഷേ അതിന് അള്ളാഹു നൽകുന്ന കൂലി ബൈത്തുൽ ഹംദ് എന്ന സ്വർഗത്തിലെ വീടാണ്. ബൈത്തുൽ ഹംദ് പേര് വെക്കാൻ പറഞ്ഞു അള്ളാഹു. ഞാൻ അവൻ്റെ ഇഷ്ടപ്പെട്ട ഒരാളിനെ പിടിച്ചപ്പോ ക്ഷമിച്ചില്ലേ, ഞാൻ അതിന് കൊടുക്കുകയാണ്. കണ്ണിന്റെ കാഴ്ച പോയാൽ ഈ പ്രതിഫലം അള്ളാഹു കൊടുക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സാധനങ്ങളെ ഞാൻ പരീക്ഷിക്കുകയും അയാൾ ക്ഷമിക്കുകയും ചെയ്താൽ. എന്താണ് ഇഷ്ടപ്പെട്ട? നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറയാവുന്നത് നമ്മുടെ 2 കണ്ണുകളാണ്. ഈ കണ്ണുകളില്ലെങ്കിൽ നമുക്ക് കാണാൻ വയ്യ, കണ്ണുകളിൽ നമുക്ക് നടക്കാൻ വയ്യ. കണ്ണില്ലെങ്കിൽ രാത്രിയോ പകലോ അറിയുന്നില്ല, കണ്ണില്ലെങ്കിൽ നിറങ്ങൾ അറിയുന്നില്ല, കണ്ണില്ലെങ്കിൽ കുഴി എവിടെയാ വഴി എവിടെയാന്ന് അറിയുന്നില്ല. ഹബീബതൈ യാനി ഐനൈ, 2 കണ്ണുകൾ അല്ലാഹു പരീക്ഷിച്ചാൽ അവ്വദതുഹു മിൻഹുമൽ ജന്ന, ആ 2 കണ്ണിന്റെ കാഴ്ചയെ അല്ലാഹു കൊണ്ടുപോയാൽ അതിന് പകരം ഞാൻ സ്വർഗം കൊടുക്കുമെന്ന് അല്ലാഹു പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. വാർദ്ധക്യത്തിൽ കണ്ണിന്റെ കാഴ്ച പോയാലും, ചെറുപ്പകാലത്ത് പോയാലും, ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടാലും, ജന്മനാ നഷ്ടപ്പെട്ടാലും സ്വർഗം ഉറപ്പാണ്. അല്ലാഹു തആല അത്തരം രോഗികൾക്കെല്ലാം, അത്തരം അസുഖം വന്നവർക്ക് റബ്ബ് ശിഫയാക്കി കൊടുക്കട്ടെ. അല്ലാഹു തആല അവർക്ക് പകരം സ്വർഗം നൽകുമാറാകട്ടെ. 2 നിലക്ക് ചിന്തിക്കാം, ശിഫയാക്കണോ അതല്ല സ്വർഗം നാളെ വാങ്ങണോ? ഇങ്ങനെ തന്നെ ഒരു സംഭവം നടന്നു. പറയാണ്, ഞാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞെന്നോട്, സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു പെണ്ണിനെ ഞാൻ കാണിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചു. മഹാന്മാരായ 2 ഒന്ന് താബിഈയാണ് അതാ റളിയല്ലാഹു അൻഹു, സ്വഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾക്കറിയാം. എന്നിട്ട് ഹാദിഹിൽ മർഅത്തുസ് സൗദാ, ഈ കറുത്ത നിറമുള്ള പെണ്ണ് സ്വർഗത്തിലാണ്. അതാ അറിയോ, സ്വർഗത്തിലേക്ക് പോണ പെണ്ണാണത്. എന്തേ? ഞങ്ങളൊക്കെ ഇരിക്കുമ്പോ അന്നൊരിക്കൽ ഈ പെണ്ണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞു, നബിയേ ഇന്നി ഉസ്റഉ, എനിക്ക് സുറാഅ് സംഭവിക്കാറുണ്ട് നബിയേ, അപസ്മാരത്തിന്റെ രോഗം. അതിനാണ് ഉസ്റഉ എന്ന് പറയാം. ഇന്നി ഉസ്റഉ, നബിയേ എനിക്ക് ചിലപ്പോ അപസ്മാരത്തിന്റെ രോഗം വരാറുണ്ട്. വ ഇന്നി അതകശഫു, അങ്ങനെ എന്റെ ബോധം നഷ്ടപ്പെട്ടാൽ എന്റെ വസ്ത്രങ്ങളൊക്കെ തെന്നിമാറാറുണ്ട് നബിയേ. അവിടത്ത് കൊണ്ടുപോകും, എനിക്ക് ബോധമില്ലാതെ കിടക്കല്ലേ. ഫദ്ഉല്ലാഹ ലീ, അങ്ങ് അല്ലാഹുവിനോട് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം റസൂലേ എന്ന് ഹബീബിനോട് പറയുന്നു. ഈ അൽ ഇംറഅത്തുസ് സൗദാ, കറുത്ത നിറമുണ്ടായിരുന്നൊരു പെണ്ണ്. സഹീഹ് മുസ്ലിം ഉദ്ധരിച്ച സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ചോയ്സ് കൊടുത്തു അവരോട്. ഇത് രോഗം വന്ന് ക്ഷമിച്ചാൽ സ്വർഗാണെന്നാണ്. ക്യാൻസർ വന്ന് ക്ഷമിച്ചു, മറ്റസുഖം വന്ന് ക്ഷമിച്ചു, കിഡ്നിക്കോ ബ്രെയിനോ എവിടെയെങ്കിലും തകരാർ, ഇതൊക്കെ ഇന്ന് ലോകത്തില്ലേ, ഇതൊക്കെ ക്ഷമിച്ചാൽ സ്വർഗം തരാന്നുള്ള പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആ രീതിയിൽ ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ റഹ്മാനിയത്തപ്പം മനസ്സിലാകും. അള്ളാഹു അപ്പോഴും റഹീമാണല്ലോ, എനിക്ക് രോഗം തന്നതിലും അള്ളാഹുവിന് എന്നോട് റഹ്മത്ത് തോന്നിയല്ലോ പടച്ചോനെ. തങ്ങൾ
ചോദിച്ചു, ഇൻ ശിഇതി സബർതി വലകിൽ ജന്ന, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അസുഖം മാറാതെ ശിഫയാവാതെ നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രോഗം ശിഫയാക്കി തരാൻ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാം. ആര് പറഞ്ഞു? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ദുആ ചെയ്യാം, അല്ലാഹു ശിഫയാക്കി തരും. അത് വേണോ? അതല്ല, ഒന്ന് ക്ഷമിച്ചു, നാളെ സ്വർഗമാണ്. ഏത് വേണമെന്ന് ചോദിച്ചു. വല്ലാത്തൊരു ചോദ്യമല്ലേ, എന്ത് വേണം? അവർ പറഞ്ഞു, അസ്ബിർ, ഞാൻ ക്ഷമിക്കാം നബിയെ, ഞാൻ ക്ഷമിക്കാം. പക്ഷേ എന്റെ വിഷയം എനിക്കിത് വരുമ്പോ എന്റെ വസ്ത്രം നീങ്ങണ്ടല്ലോ നബിയെ, അതിനോ നബിയെ എനിക്ക് അപസ്മാരം വരുമ്പോ, ഈ രോഗം വരുമ്പോൾ എന്റെ വസ്ത്രം നീങ്ങിപ്പോകാതിരിക്കാൻ അങ്ങ് എനിക്ക് വേണ്ടി അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യണം. നബി തങ്ങൾ അവർക്ക് ദുആ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അപ്പോ അസുഖമുണ്ട്, പക്ഷെ വസ്ത്രം നീങ്ങൂല. അല്ലാഹു സ്വർഗമുണ്ടെന്ന് ഈ പെണ്ണിന്റെ വാഗ്ദാനം കൊടുക്കുക അഷ്റഫുൽ ഖൽഖിലൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.